കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ദൂതശാസ്ത്രം അല്ലെങ്കിൽ ദൂതന്മാരെ കുറിച്ചുള്ള പഠനം ആരംഭിച്ചു. അടിസ്ഥാനപരമായിട്ട് ദൂതന്മാരുടെ സൃഷ്ടിപ്പ്, അവരുടെ സ്വഭാവ സവിശേഷതകൾ, അതിൻ്റെ ഒരു പ്രാരംഭമായുള്ള വിഷയങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചു. ഏഞ്ചലോസ് എന്ന പുല്ലിംഗ പദമാണ് ദൂതന്മാർക്ക് വേണ്ടി ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ബൈബിൾ വായിച്ചു വരുമ്പോൾ ദൂതന്മാരുടെ പ്രത്യക്ഷതകളെല്ലാം തന്നെ പുരുഷ രൂപത്തിലാണ്, അല്ലെ പുരുഷന്മാരായിട്ടാണ് അവർ പ്രത്യക്ഷപ്പെട്ടത് എന്ന് കാണുവാനായിട്ട് കഴിയും. അതിന് ചില കാരണങ്ങളുണ്ട്. ദൈവത്തിന്റെ സൃഷ്ടിയിൽ അവര് പുരുഷ രൂപത്തിലാണ് അവരുള്ളത്. അതുപോലെ തന്നെ ദൂതന്മാരുടെ ഫങ്ഷൻസിനോടുള്ള ബന്ധത്തിൽ നമ്മൾ ദൈവവചനത്തിൽ ദൂതന്മാരെ കുറിച്ച് വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളിൽ അവർക്ക് കൊടുത്തിരിക്കുന്ന പദപ്രയോഗങ്ങളിലൊക്കെയും ഈ ഒരു പ്രയോഗത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. കാരണം ദൂതന്മാരെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ വായിക്കുമ്പോൾ ചിലപ്പോൾ അത് വിശ്വാസികളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, വിശുദ്ധന്മാർ, രക്ഷിക്കപ്പെട്ട ദൈവജനത്തെ കുറിച്ചാണ്, അല്ലെങ്കിൽ പഴയ നിയമ ഭക്തന്മാരെ കുറിച്ചാണ് പറയുന്നത് എന്ന് നമുക്ക് തോന്നും. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം, ഒരു കുടുംബമായാലും സഭയായാലും പഴയ നിയമ ഭക്തന്മാരായാലും അത് സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ ചേർന്ന് വരുന്നുണ്ട്. അപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന ടേംസ് ആ നിലയിലുള്ള ഭക്തന്മാരെ കുറിച്ചാണോ അതോ ദൈവദൂതന്മാരെ കുറിച്ചാണോ എന്ന് മനസ്സിലാക്കുവാനായിട്ട് ഈ വാക്കിന്റെ പ്രയോഗം വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നമ്മൾ ദൂതന്മാരെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ ഓർത്ത വിഷയം, അവര് പേഴ്സണാലിറ്റീസ് അല്ലെങ്കിൽ വ്യക്തിത്വമുള്ളവരാണ്. ഓരോ ദൂതന്മാർക്കും അവരവരുടേതായ വ്യക്തിത്വമുണ്ട്. ദൈവത്തിന്റെ സൃഷ്ടികളാണ്. ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുവാനായിട്ട് അടിസ്ഥാനപരമായിട്ട് അവർ ആത്മജീവികളാണ്, സ്പിരിച്വൽ ബീങ്സ് ആണ്. അവർക്ക് നമ്മളെ പോലെ അസ്ഥിയും മാംസവും ഇല്ല. അത് കർത്താവ് തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 39-ാം വാക്യം. അവിടെ കർത്താവ് പുനരുദ്ധാനം ചെയ്തതിനു ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാകുന്ന സമയത്ത് ശിഷ്യന്മാർ കർത്താവിനെ കണ്ട് ഭയപ്പെടുമ്പോൾ കർത്താവ് പറയുന്ന ഒരു പ്രത്യേക പ്രയോഗമാണ്, അവർക്ക് അസ്ഥിയും മാംസവും ഇല്ലല്ലോ. ഭൂതങ്ങൾക്ക് അസ്ഥിയും മാംസവും ഇല്ല. നമുക്കറിയാം, ഭൂതങ്ങൾ അല്ലെങ്കിൽ ഡീമൻസ് അല്ലെങ്കിൽ ദുരാത്മാക്കൾ എന്ന് പറയുന്നത് പാപം ചെയ്ത ദൂതന്മാരുടെ ഗണമാണ്. അതുകൊണ്ട് അവരുടെ ഫിസിക്കൽ സ്ട്രക്ചർ ഒരുപോലെയാണ് എന്ന് ന്യായമായി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ പുനരുദ്ധാന ശരീരത്തിന്റെ പ്രത്യേകത അസ്ഥിയും മാംസവും ഒക്കെ വിസിബിൾ ആയിട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഫോംസ്, നമ്മുടെ ഫോംസ് ഉണ്ടെങ്കിലും അതിന് മാർഗതടസ്സമില്ല എന്നുള്ളതാണ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സൃഷ്ടിയാണ് ദൂതന്മാർ എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. കർത്താവ് പുനരുദ്ധാനം ചെയ്ത് വന്നതിന് ശേഷം അവരോടുകൂടെ അവരിരുന്ന റൂമിലേക്ക് തടസ്സമില്ലാതെ കടന്നു വരികയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യുന്ന ചിത്രം നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ദൂതന്മാരും അങ്ങനെയൊക്കെ ചെയ്യുന്ന വിഷയങ്ങൾ വരുന്നുണ്ടെങ്കിലും ഈ പുനരുദ്ധാന ശരീരവും ദൂതന്മാരുടെ ശരീരവും തമ്മിൽ അല്പം വ്യത്യാസമുണ്ട്. അതിലത്തെ കർത്താവ് എടുത്തു പറയുന്ന ഒരു വിഷയമാണ് അസ്ഥിയും മാംസവും ഇല്ല എന്ന് പറഞ്ഞാൽ അവർ സ്പിരിച്വൽ ബീങ്സ് ആണ്. അവർക്ക് നമ്മൾക്ക് ദൈവം വെളിപ്പെടുത്തി തരുന്ന സമയത്തൊക്കെ മനുഷ്യ രൂപത്തിൽ ആണ് അവർ വെളിപ്പെടുന്നത്. എന്നാൽ അതേ സമയത്ത് തന്നെ അവരിൽ പലർക്കും വ്യത്യസ്തമായ മുഖഭാവങ്ങൾ ഉണ്ട് എന്ന് വചനം വ്യക്തമാക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ കടന്നു വരും. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം, പേഴ്സണാലിറ്റീസ്, വ്യക്തിത്വമുള്ള സ്വതന്ത്ര സൃഷ്ടികളാണ് ദൂതന്മാര്. ഓരോ ദൂതന്മാർക്കും ഓരോ വ്യക്തിത്വമുണ്ട്. അതുപോലെ ദൂതന്മാർക്ക് പ്രത്യേകമായിരിക്കുന്ന ദൈവനിയോഗിതമായിരിക്കുന്ന ഉത്തരവാദിത്വങ്ങളുമുണ്ട്. നമ്മൾ ശമൂവേലിന്റെ പുസ്തകം 2 ശമൂവേൽ 4:20 വരുമ്പോൾ ദൈവദൂതന്മാരെ പോലെ ജ്ഞാനമുള്ള ഒരു പുരുഷൻ എന്ന് യോവാബിനെ കുറിച്ച് അവിടെ പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പൊ ദൈവദൂതന്മാർക്ക് മനുഷ്യരെക്കാൾ ജ്ഞാനമുണ്ട് എന്നൊരു അണ്ടർസ്റ്റാൻഡിങ് എല്ലാ കാലത്തെ പുരാതന കാലം മുതലുള്ള മനുഷ്യർക്ക് ഉണ്ടായിരുന്നു. അത് വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു വാക്യമാണ് 2 ശമൂവേൽ 14:20. നമുക്ക് ആ വാക്യം വായിക്കാം. 2 ശമൂവേൽ 14-ാം അധ്യായം 20-ാം വാക്യം. അവിടെ നമ്മൾ വായിക്കുന്ന, കാര്യത്തിന്റെ രൂപം മാറ്റേണ്ടതിന് നിന്റെ ഭൃത്യനായ യോബാബ് ഇത് ചെയ്തിരിക്കുന്നു. എന്നാൽ ഭൂമിയിലുള്ളതൊക്കെയും അറിവാൻ ഒരു ദൈവദൂതന്റെ ജ്ഞാനത്തിനൊത്തവണ്ണം എന്റെ യജമാനൻ ജ്ഞാനമുള്ളവനാകുന്നു. അപ്പോൾ ഭൂമിയിലുള്ളതൊക്കെയും അറിവാൻ തക്കവണ്ണം ദൈവദൂതന്റെ ജ്ഞാനത്തിനൊത്തവണ്ണം ജ്ഞാനമുള്ളവൻ. അപ്പോൾ
ദൂതന്മാർ സർവജ്ഞാനികളല്ല, ദൈവത്തെ പോലെ സർവജ്ഞാനികളല്ല എങ്കിലും മനുഷ്യരെക്കാൾ ജ്ഞാനമുള്ളവരാണ് ദൂതന്മാർ. അതുകൊണ്ട് അവർ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുകയും ഇടപെടുകയും ചെയ്യുന്നു. ആ ബോധ്യം പഴയ നിയമകാലത്തെ ഭക്തന്മാർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള വ്യക്തികൾ വരുമ്പോൾ, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ആ കാര്യങ്ങൾ വ്യക്തികൾ അംഗീകരിക്കുകയും ചെയ്തിരുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നമ്മൾ 1 പത്രോസ് 1:12 വായിക്കുമ്പോൾ നമുക്കറിയുന്ന വാക്യങ്ങളാണ്. ആ വാക്യങ്ങളെല്ലാം എടുത്ത് വായിക്കുന്നത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ്. അവിടെ സുവിശേഷം ഘോഷിക്കപ്പെടുമ്പോൾ ആളുകൾ രക്ഷ പ്രാപിക്കുന്നത് കാണുന്നത് ദൂതന്മാർ അതിലേക്ക് ആകാംക്ഷയോടെ നോക്കുന്നു, അല്ലെങ്കിൽ ആ രക്ഷ കാണുവാനായിട്ട് അതിയായി ആഗ്രഹിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 1 പത്രോസ് 1:12 വാക്യം. അപ്പോൾ ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷാ പദ്ധതിയുടെ മഹത്വം മനസ്സിലാക്കി സുവിശേഷത്തോട് ആളുകൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നത് സംബന്ധിച്ച് ദൂതന്മാർ വളരെ കൺസേൺഡ് ആണ്. എന്ന് പറഞ്ഞാൽ ദൂതന്മാരുടെ ഒരു ആരാധനാ വിഷയമായിരുന്നു നമ്മുടെ കർത്താവ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ അറിയാം. ആ കർത്താവ് ഒരുക്കിയ രക്ഷാമാർഗം അറിയിക്കപ്പെടുമ്പോൾ അതിനോട് ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ള വിഷയം ദൂതന്മാർ ശ്രദ്ധയോടെ നോക്കുന്നു. അതിന് 2 കാരണമുണ്ട്. ദൂതന്മാരെ ദൈവം സൃഷ്ടിച്ചു, മനുഷ്യൻ ദൈവം സൃഷ്ടിച്ചു. എന്നാൽ ദൂതന്മാരിൽ വീഴ്ച വന്നു കഴിഞ്ഞപ്പോൾ ദൈവം അവർക്കൊരു വീണ്ടെടുപ്പ് പദ്ധതി ഒരുക്കിയിട്ടില്ല. എന്നാൽ മനുഷ്യൻ പാപം ചെയ്തു എങ്കിലും അവനുവേണ്ടി ഒരു വീണ്ടെടുപ്പ് പദ്ധതി ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് ദൈവദൂതന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധയുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് അവർ ആ വിഷയത്തിൽ വളരെ ആകാംക്ഷയോടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്. അത് അവരുടെ വ്യക്തിത്വത്തിന്റെ, അല്ലെങ്കിൽ മനുഷ്യരെ പോലെ, അല്ലെങ്കിൽ മാനുഷികമായിരിക്കുന്ന വികാരങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പോലുള്ള സന്തോഷം. നമുക്കറിയാം, സ്വർഗത്തിൽ ആരാധന ചിത്രീകരണം കാണുമ്പോൾ അവിടെ ദൂതന്മാർ സന്തോഷിക്കുന്നതും ആർത്തുല്ലസിക്കുന്നതും ആയ വിഷയങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ മനുഷ്യരുടെ സാഹചര്യങ്ങളോട് ചേർന്ന് വന്ന് അവിടെ അവരോട് ഇടപെടുന്ന വിഷയം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ നമ്മൾ ദൂതന്മാരുടെ പല പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ പല കാറ്റഗറി ദൂതന്മാരുണ്ട്. അവരുടെ ചില പ്രവൃത്തികൾ വചനത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ചില ദൂതന്മാർ അവർ യോദ്ധാക്കളാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സൈന്യമായിട്ട് അവർ നിലകൊള്ളുന്നു. ആ റെഫറൻസിലേക്ക് നമ്മൾ വരും, അല്ലെങ്കിൽ വിശദീകരണത്തിലേക്ക് നമ്മൾ വരും. അവിടെ യോദ്ധാക്കളായിട്ട് ദൈവത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന ആളുകളായിട്ട് ഒരു കൂട്ടം ദൂതന്മാരുണ്ട്. അതുപോലെ മെസ്സഞ്ചേഴ്സ് ആയിട്ട് ദൈവത്തിന്റെ സന്ദേശം മനുഷ്യർക്ക് എത്തിക്കുവാനായിട്ട് പ്രവർത്തിക്കുന്ന ദൂതന്മാരുണ്ട്. അതുപോലെ തന്നെ ചില ദൂതന്മാര് ദൈവത്തെ സദാസമയവും ആരാധിക്കുന്നതിൽ ശ്രദ്ധിക്കുന്നവരാണ്. നമ്മൾ യെശയ്യാ പ്രവചനത്തിലും എഹെസ്കേൽ പ്രവചനത്തിലും അതുപോലെ വെളിപ്പാട് പുസ്തകത്തിലും വരുമ്പോൾ ഈ ദൂതന്മാരെ നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെയൊക്കെ വിശദീകരണത്തിലേക്ക് നമ്മൾ പിന്നാലെ വരുന്നതാണ്. ജസ്റ്റ് ആ വിഷയം എന്ന് പറയുന്നത്, ഈ ദൂതന്മാർ പല വിഭാഗങ്ങൾ ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ചിലര് സൈന്യങ്ങളുടെ യഹോവയുടെ കൂടെ യഹോവയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാനായിട്ട് തയ്യാറായിട്ട് യുദ്ധസന്നദ്ധരായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞ ഒരു സംരക്ഷകരായിട്ട്, ദൈവത്തിന് സംരക്ഷണം ആവശ്യമില്ല, പക്ഷെ ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടി പോരാടുവാനായിട്ട് നിൽക്കുന്ന ഒരു അല്ലെങ്കിൽ ഒരു സംഘമായിട്ട് ചില ദൂതന്മാരുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ചിലര് ദൂത് വഹിക്കുന്നു, ചിലര് ആരാധനയിൽ ശ്രദ്ധിക്കുന്നു, പിന്നെ ചിലര് വിശ്വാസികളുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ കൊണ്ടു ചെല്ലുന്ന ദൂതന്മാരുടെ ജോലിയിൽപ്പെട്ട കാര്യമാണ്. നമ്മളെ വെളിപ്പാട് പുസ്തകം അതിന്റെ 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ വരുമ്പോൾ വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ധൂപവർഗത്തോടുകൂടെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുപോയി ചെല്ലുന്ന ഗണത്തെക്കുറിച്ച്, അവിടെ ജീവികൾ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ദൂതന്മാരുടെ ഒരു കാറ്റഗറിയാണ്. അവര് ദൈവസന്നിധിയിലേക്ക് സൗരഭ്യത്തോടുകൂടെ ഈ പ്രാർത്ഥന കൊണ്ടു ചെല്ലുന്നു. അപ്പം നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവത്തിന് നേരിട്ട് കേൾക്കാൻ പറ്റാത്തത് കൊണ്ടല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൂതന്മാരെ ദൈവം ഏൽപ്പിക്കുമ്പോൾ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓർത്ത വിഷയം, ഓരോ വിശ്വാസിക്കും ഓരോ ദൂതനെ, കുറഞ്ഞത് ഓരോ ദൂതനെ ഒരു ബോഡി ഗാർഡായിട്ട്, സംരക്ഷകനായിട്ട് ദൈവം കൊടുക്കുന്നുണ്ട് എന്നുള്ള വിഷയം നമുക്ക് വചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതിൻ പ്രകാരം നമ്മൾ അതിൻ്റെ എബ്രായ ലേഖനം 1:14 വരുമ്പോൾ ദൂതന്മാർ നമ്മുടെ സേവകാത്മാക്കളാണ്. അതായത് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് വേണ്ടിയുള്ള സേവകാത്മാക്കളായിട്ട് ദൂതന്മാർ പ്രവർത്തിക്കുന്നു എന്നുള്ള വിഷയം എബ്രായ ലേഖനം 1:14. സേവകാത്മാക്കൾ എന്ന് പറഞ്ഞാൽ അവരോട് കൂടെ ആയിരിക്കുക, അവരെ സംരക്ഷിക്കുക, അവരെ കുറിച്ചുള്ള റിപ്പോർട്ട് കൊടുക്കുക. ഇതൊക്കെ അവരുടെ ജോലിയാണ്. അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ജോലിയാണ് ഇവരുടെ പ്രാർത്ഥനയെ ദൈവത്തിന് കുഞ്ഞാടിന്റെ മുമ്പാകെയാണ് ഈ ദൂതന്മാർ ഈ സുഗന്ധദ്രവ്യം ചേർത്ത സുഗന്ധദ്രവ്യത്തോടു കൂടെ പ്രാർത്ഥന അർപ്പിക്കുന്നത് എന്ന് നമ്മൾ കാണുന്നുണ്ട്.
അപ്പോൾ അതൊരു പഴയ നിയമ യാഗത്തോടും പശ്ചാത്തലത്തിൽ ആ വിഷയം പറയുന്നുവെങ്കിലും കർത്താവിന് പ്രസാദകരമായ നിലയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളെ ദൂതന്മാർ ദൈവസന്നിധിയിലേക്ക് എത്തിക്കുന്നു. പരിശുദ്ധാത്മാവും ദൈവം നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. അപ്പോൾ നമ്മൾ എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത് നമുക്ക് അറിയത്തില്ല. അപ്പോൾ ആ പ്രാർത്ഥന ക്രമീകരിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രാർത്ഥനാ ക്രമീകരണം നടത്തുമ്പോൾ ഇതിന് ആവശ്യമായ സഹായങ്ങൾ ചെയ്യുന്ന സഹായകരായിട്ട് ദൂതന്മാർ, ദൈവത്തിന്റെ ദൂതന്മാരുണ്ട് എന്നുള്ള വിഷയം നമ്മൾ ഓർക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഓർപ്പിച്ചു, നമ്മൾ വിശ്വാസികളായിട്ട് ഭൂമി ജീവിക്കുമ്പോൾ കുറഞ്ഞ പക്ഷം നമ്മൾ കർത്താവിനെ കുറിച്ച് ചിന്തയില്ലെങ്കിലും കർത്താവിന്റെ ഒരു ദൂതൻ നമ്മുടെ കൂടെ ഉണ്ട് എന്നൊരു ബോധമെങ്കിലും നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഉണ്ടായിരിക്കണം. കാരണം അവർ കൃത്യമായ റിപ്പോർട്ട് അവിടെ കൊണ്ടുപോയി കൊടുക്കുന്നു എന്നുള്ള വിഷയം. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ വരുമ്പോൾ വിശ്വാസികളുടെ പ്രാർത്ഥന ദൈവസ്ഥാനിൽ എത്തിക്കുന്നു. വെളിപ്പാട് 5:8. പിന്നെ ദൈവത്തിന് അകമ്പടി പോകുന്ന ദൂതന്മാരുണ്ട്, അകമ്പടി നിൽക്കുന്ന ദൂതന്മാർ. മത്തായി സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 27-ാം വാക്യത്തിൽ വരുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു കൂട്ടം ദൂതന്മാരെ കാണുവാനായിട്ട് കഴിയും. മത്തായി സുവിശേഷം 16-ാം അധ്യായം 27-ാം വാക്യം. സോറി, ആ റെഫറൻസിലെ ചെറിയൊരു 16-20 അവിടെ 27-ാം വാക്യമാണ്. മത്തായി സുവിശേഷം 16-ാം അധ്യായം 27-ാം വാക്യം. അവിടെ നമ്മൾ വായിക്കുന്നത്, മനുഷ്യപുത്രൻ തന്റെ പിതാവിന്റെ മഹത്വത്തിൽ തന്റെ ദൂതന്മാരുമായി വരും, അപ്പോൾ അവൻ ഓരോരുത്തനും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകും. അപ്പോൾ കർത്താവിനോട് കൂടെ അകമ്പടിയായിട്ട് വരുന്ന തെസ്സലോനിക്ക ലേഖനത്തിലും ഇതേ വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും. അപ്പൊ പ്രധാന ദൂതനും ദൂതഗണവും അത് കർത്താവിന് അകമ്പടിയായിട്ട് നിൽക്കുന്നവരാണ്. ഇത് ഒരു കൂട്ടം ദൂതന്മാരാണ്. അപ്പോൾ ഓരോ കാറ്റഗറി ദൂതന്മാരും ഓരോ ശുശ്രൂഷ തലങ്ങളിൽ നിന്നുകൊണ്ടാണ് ശുശ്രൂഷ ചെയ്യുന്നത്. അപ്പോൾ ആ നിലയിൽ അവർ അകമ്പടി നിൽക്കുന്ന, അല്ലെങ്കിൽ കർത്താവിന് അകമ്പടിയായിട്ട് സഞ്ചരിക്കുന്ന ദൂതന്മാരുണ്ട്. അപ്പൊ കർത്താവിന്റെ വരവിനെ കുറിച്ച് സന്ദേശം അറിയിച്ച ദൂതന്മാരുണ്ട്. കർത്താവ് കന്യാമറിയത്തിൽ ഗർഭിണിയാവുന്ന സമയത്ത് യോസെഫിനും മറിയയ്ക്കും ദൂതുമായി വന്ന ദൂതന്മാരുണ്ട്. വിദ്വാൻമാർക്ക് യേശു ജനിച്ചിരിക്കുന്നു എന്നുള്ള സന്ദേശം കൊടുക്കുന്ന വ്യക്തികളുണ്ട്. ഇതിനെ സാക്ഷ്യം പറയുന്ന ദൂതന്മാരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. കർത്താവ് 40 ദിവസം മരുഭൂമിയിലായിരുന്നു കഴിഞ്ഞപ്പോൾ കർത്താവിനെ ശുശ്രൂഷിച്ച ദൂതന്മാരെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്, 40 ദിവസം സാത്താനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് മരുഭൂമിയിലായിരുന്നു. മത്തായി സുവിശേഷം നമ്മൾ വായിക്കുന്നു. അവിടെ കർത്താവ് 40 ദിവസം ഉപവസിച്ച് കഴിഞ്ഞ് ക്ഷീണിതനായി കഴിഞ്ഞപ്പോൾ ദൂതന്മാർ കർത്താവിനെ വന്ന് ശുശ്രൂഷിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഗെത്സമന തോട്ടത്തിൽ കർത്താവ് കഠിനമായ മാനസിക വ്യതയിൽ ആയിരിക്കുന്ന സമയത്ത് കർത്താവിനെ ബലപ്പെടുത്തുവാനായിട്ട് അവിടെയും ദൂതന്മാർ വരുന്നു എന്നുള്ള വിഷയം നമുക്കാണ്. അപ്പൊ ദൈവത്തെ ശുശ്രൂഷിക്കല്ലേ, കർത്താവിനെ ശുശ്രൂഷിക്കുക എന്നുള്ള നിയോഗമുള്ള ദൂതന്മാർ ഉണ്ട്. വിശ്വാസികൾക്കും അതുപോലെ ഉണ്ട് എന്നുള്ളത് വിശ്വാസികൾക്ക് ലഭിക്കുന്ന ഒരു ഭാഗ്യകരമായിരിക്കുന്ന അവസ്ഥയാണ്, അല്ലെങ്കിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഭാഗ്യമാണ്. അപ്പോൾ ദൂതന്മാരെ കുറിച്ച് നാം പഠിച്ചു വരുമ്പോൾ ഇങ്ങനെയുള്ള കാറ്റഗറി ദൂതന്മാരെ കുറിച്ച് അല്ലെങ്കിൽ ഇവരുടെ ശുശ്രൂഷയെ കുറിച്ച് നമുക്കൊരു ഏകദേശ ബോധ്യം ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. ദൈവവചനം നാം ശ്രദ്ധിച്ചു പഠിക്കുമ്പോൾ ദൈവദൂതന്മാരുടെ പ്രവർത്തനം വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ പലപ്പോഴും ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ ദൈവദൂതന്മാർക്ക് ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ കാണുമ്പോൾ ചിലപ്പോൾ നമുക്കത് മനുഷ്യരെ കുറിച്ചും ആപ്ലിക്കബിൾ ആണ്. അതുകൊണ്ട് ദൂതന്മാരല്ല മനുഷ്യരാണ് അവിടുത്തെ വിഷയം എന്നൊരു ചിന്ത നമുക്ക് വരാം. എന്നാൽ ആ വാക്യത്തെ നമ്മൾ യഥാവിധി പഠിച്ച് ആ സന്ദർഭത്തെ മനസ്സിലാക്കി ആ വിഷയങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് അതിന്റെ ശരിയായ ആശയം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ 5 കൂട്ടം കാറ്റഗറിയാണ് നമ്മൾ അവരുടെ ശുശ്രൂഷകളെ കുറിച്ച് പഠിച്ചത്. ഇനിയും അനേക ഡിവിഷൻസ് വരുന്നുണ്ട്, അത് നമ്മൾ പിന്നാലെ കാണുന്നതാണ്. ഇനി ദൂതന്മാരെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവർ എണ്ണമറ്റ സംഖ്യ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ശുശ്രൂഷകരായിട്ടും ദൈവിക പ്രവർത്തന പദ്ധതിയിൽ എത്രത്തോളം ആളുകളെ ദൂതന്മാരെ ആവശ്യമായിരുന്നോ അത്രത്തോളം ദൂതന്മാരെ ദൈവം സൃഷ്ടിച്ചു. അവർക്ക് മനുഷ്യരെ പോലെ പ്രത്യുൽപാദനം കൊടുത്തിട്ടില്ല, ആ ഒരു സംവിധാനം ദൈവം അവർക്ക് വെച്ചിട്ടില്ല. കോടാനുകോടി ലക്ഷക്കണക്കിന് ദൂതന്മാരെ ദൈവം സൃഷ്ടിപ്പിന്റെ നാളിൽ തന്നെ സൃഷ്ടിച്ചു എന്നതാണ് വചനം വെളിപ്പെടുത്തുന്ന സത്യം. അപ്പോൾ വിവാഹത്തിന് അവർ കൊടുക്കപ്പെടുന്നില്ല, ആ വിഷയം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചതാണ്. പുനരുദ്ധാനത്തിൽ ദൈവദൂതന്മാരെ പോലെ വിശ്വാസികളായിത്തീരും, അവർ വിവാഹം കൊടുക്കുകയോ വിവാഹത്തിന് എടുക്കപ്പെടുകയോ ചെയ്യുന്നില്ല എന്ന് കർത്താവ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി ദൂതന്മാരുടെ എണ്ണത്തെക്കുറിച്ച് അല്ലെ അംഗസംഖ്യയെക്കുറിച്ച് പറയുമ്പോൾ ലക്ഷോപലക്ഷം ദൂതന്മാരെന്നാണ് ആവർത്തന പുസ്തകം 33:2 മോശെ പറയുന്ന വിഷയം. ലക്ഷോപലക്ഷം എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ദൂതന്മാരുണ്ട്. പിന്നെ നമ്മൾ
സങ്കീർത്തനം 68:17. സങ്കീർത്തനം 68:17. അവിടെ വരുമ്പോൾ ദൂതന്മാർ 1000 കോടി കോടിയും, 1000 × 1000 കോടി × കോടി എന്ന് പറഞ്ഞാൽ അത്രത്തോളം സംഖ്യയായിട്ട് ദൂതന്മാരുണ്ട് എന്നുള്ള വിഷയം സങ്കീർത്തനക്കാരൻ അവിടെ ഓർപ്പിക്കുന്നുണ്ട്. 68-ാം അധ്യായം 17-ാം വാക്യം. എബ്രായ ലേഖനം 12:22 വരുമ്പോൾ അനേകായിരം ദൂതന്മാരുണ്ട് എന്നുള്ള വിഷയം പറഞ്ഞു. എബ്രായർ 12:22 അനേകായിരം. വെളിപ്പാട് പുസ്തകം 5:11 വരുമ്പോൾ 10,000 10,000-ഉം 1000 1000-ഉമായിരുന്നു ദൂതന്മാരുടെ സംഖ്യ എന്ന് യോഹന്നാനും ദർശനത്തിൽ അവിടെ കാണുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിന്റെ രത്ന ചുരുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടാനുകോടി ദൂതന്മാർ ദൈവത്തിന്റെ സൃഷ്ടികളായിട്ടുണ്ട്. അവരൊക്കെയും പ്രവർത്തന നിരതരായിട്ട് അവരവരെ ദൈവം ഏതൊക്കെ കാറ്റഗറിയിലോട്ട് മാറ്റിയിരിക്കുന്നു അത് വിശ്വസ്തയോടെ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഉത്തരവാദിത്വം. അവരത് വിശ്വസ്തയോടെ ചെയ്യുന്നു. അവരിലും അവിശ്വസ്തരുണ്ടായി. അവരെക്കുറിച്ച് നമ്മൾ ദൂതന്മാരുടെ പതനം എന്നുള്ള സെക്ഷനിലേക്ക് വരുമ്പോൾ നമ്മൾ അവിടെ കാണും. അപ്പോൾ ആവശ്യത്തിന് എത്രമാത്രം ആളുകളെ എത്രമാത്രം ദൂതന്മാരെ ദൈവം തന്റെ ശുശ്രൂഷയ്ക്കായിട്ട് പദ്ധതി ചെയ്തോ അവരെ ദൈവം സൃഷ്ടിപ്പിന്റെ നാളിൽ തന്നെ സൃഷ്ടിച്ചു. അത് കോടാനുകോടി ദൂതന്മാരുണ്ട്. അവർ വിവിധ കാറ്റഗറി, വിവിധ ശുശ്രൂഷകളായിട്ട് നിൽക്കുന്നു. മുമ്പ് നാം ഓർത്ത പോലെ ചിലർ യുദ്ധസന്നദ്ധരായിട്ട് സൈന്യമായിട്ട് നിൽക്കുകയാണ്. അവർ ദൈവജനത്തിന് വേണ്ടിയും പോരാടുന്നുണ്ട്, ദൈവത്തിന് വേണ്ടിയും അവർ പോരാടുന്നുണ്ട്. ചിലർ സന്ദേശവാഹകരായിട്ട് മാത്രം അവരുടെ ശുശ്രൂഷകൾ ചെയ്യുന്നു. ചിലർ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയുമായിട്ട് ദൈവസന്നിധിയിലേക്ക് ചെല്ലുന്നു. ചിലര് കർത്താവിന് അകമ്പടിയായിട്ട് സഞ്ചരിക്കുന്നു, കർത്താവിനെ ശുശ്രൂഷിക്കുന്നു, കർത്താവിന്റെ ദാസന്മാരെ ശുശ്രൂഷിക്കുന്നു, സാക്ഷ്യം പറയുന്നു. അതായത് കർത്താവിനെ കുറിച്ച് സാക്ഷ്യം പറയുവാനായിട്ടും ദൂതന്മാർ നിലകൊള്ളുന്നു എന്നുള്ള വിഷയം നമുക്ക് വചനത്തിൽ കാണുവാനായിട്ട് കഴിയും. ഇനി ദൂതന്മാർക്ക് കൊടുത്തിരിക്കുന്ന വിശേഷണ പദങ്ങൾ, അതായത് നമ്മൾ ദൈവവചനത്തിൽ ദൂതന്മാരെ കുറിച്ച് പറയുന്ന 3 പ്രധാന ടൈറ്റിൽസ് ഉണ്ട്. അതിലൊന്നാണ് നമ്മൾ ദൂതന്മാരെന്ന് കോമൺ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. ദൂതന്മാരെന്ന വചനത്തില് അത് വ്യക്തമായിട്ട് ദൂതൻ, ദൈവത്തിന്റെ ദൂതൻ എന്ന് മാത്രമായിട്ട് പറയുന്ന അങ്ങനെ സാധാ ദൂതന്മാരെന്നുള്ള ഒരു കാറ്റഗറി ഉണ്ട്. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് വിശുദ്ധന്മാർ. നമ്മൾ ഇംഗ്ലീഷിൽ ഹോളി വൺസ് എന്ന് കാണും. ദൂതന്മാരെ സംബോധന ചെയ്യുവാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്രയോഗമാണ് വിശുദ്ധന്മാർ. വിശ്വാസികളോടുള്ള ബന്ധത്തിലും വിശുദ്ധന്മാരെന്നുണ്ട്. പഴയ നിയമത്തിലും ഉണ്ട്, പുതിയ നിയമത്തിലുമുണ്ട്. എന്നാൽ വിശുദ്ധന്മാരെന്ന് ദൈവവചനത്തിൽ ഹോളി വൺസ് എന്ന് പ്രത്യേകമായി എടുത്തു പറഞ്ഞിരിക്കുന്ന വേദഭാഗങ്ങളിൽ ദൈവദൂതന്മാരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ 3 പ്രധാന വേദഭാഗങ്ങളാണ് നമ്മൾ അതിനോടുള്ള ബന്ധത്തിൽ കാണുന്നത്. സങ്കീർത്തന പുസ്തകം 89-ാം അധ്യായം 5-ാം വാക്യം. സങ്കീർത്തനങ്ങൾ Psalms 89:5. അവിടെ നമ്മൾ വായിക്കുന്നത് വിശുദ്ധന്മാരുടെ സഭ. ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. അത് വിശുദ്ധന്മാരുടെ സഭ എന്ന് പറഞ്ഞാൽ ഇവിടെ കർത്താവിനെ ആരാധിക്കുന്ന സഭയാണോ അതോ വേറെ ഏതെങ്കിലും സഭയാണോ എന്ന് നമുക്ക് വാക്യം വായിച്ചാൽ മനസ്സിലാകും. സങ്കീർത്തനം 89:5. അവിടെ നമ്മൾ വായിക്കുന്നത് യഹോവേ, സ്വർഗം നിന്റെ അത്ഭുതങ്ങളെയും വിശുദ്ധന്മാരുടെ സഭയിൽ നിന്റെ വിശ്വസ്തതയെയും സ്തുതിക്കും. സ്വർഗത്തിൽ യഹോവയുടെ സദൃശനായവനാര്? ദേവപുത്രന്മാരിൽ യഹോവയ്ക്ക് തുല്യനായവനാര്? അപ്പോൾ ഇവിടുത്തെ വിഷയം സ്വർഗത്തിൽ നടക്കുന്ന വിഷയമാണ് ഇവിടെ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്ന വിഷയം. അപ്പൊ സ്വർഗത്തിൽ വിശുദ്ധന്മാരുടെ സഭ എന്ന് പറയുന്നത് ദൈവദൂതന്മാരെ കുറിച്ച് തന്നെയാണ്. അതിന് താഴോട്ട് വാക്യം ദേവപുത്രന്മാർ, അതും ദൂതന്മാരെ കുറിച്ചുള്ള പ്രയോഗമാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. 89-ന്റെ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ദൈവം വിശുദ്ധന്മാരുടെ സംഘത്തിൽ ഏറ്റവും ഭയങ്കരനും അവന്റെ ചുറ്റുമുള്ള എല്ലാവർക്കും മീതെ ഭയപ്പെടുവാൻ യോഗ്യനുമാകുന്നു. അപ്പൊ ദൂതന്മാർക്ക് തേജസ് ഉണ്ട്, തേജസ്സിൽ അന്തരമുണ്ട്. അവരുടെ കാറ്റഗറി, അവരുടെ വിഭാഗത്തിൽ, നിലനിൽപ്പിൽ അവർക്ക് വ്യത്യാസമുണ്ട്. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്തിട്ട് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്ന വിഷയം വിശുദ്ധന്മാരുടെ സംഘത്തിൽ ഏറ്റവും ഭയങ്കരം എന്ന് പറഞ്ഞാൽ ഈ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠതയായിരിക്കുന്ന, അവരെ ഭരിക്കുന്ന, അവരുടെ അധിപതിയായിരിക്കുന്ന കർത്താവിനെ അല്ല ദൈവത്തെയാണ്, യഹോവയാണ് സങ്കീർത്തനക്കാരൻ അവിടെ എടുത്തു പറയുന്നത്. അപ്പൊ ദൈവത്തിന്റെ ഗ്രേറ്റ്നെസ്, ദൈവത്തിന്റെ മഹത്വം
ദൂതന്മാരുമായിട്ട് കമ്പയർ ചെയ്ത് അവിടെ എടുത്തു പറയുകയാണ് വിശുദ്ധന്മാരുടെ സംഘത്തിൽ ഏറ്റവും ഭയങ്കരം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന സ്ഥാനത്ത് ദൈവമായിരിക്കുന്നു. കാരണം ദൂതന്മാരെ കുറിച്ച് ഒരു പൊതുവായ അണ്ടർസ്റ്റാൻഡിങ് എല്ലാ കാലത്തുമുള്ള ജനങ്ങൾക്കുമുണ്ട്, എല്ലാ സമൂഹത്തിലുമുള്ള ജനങ്ങൾക്കുമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് ദൂതന്മാര് നിലനിൽക്കുന്നു എന്നതിന് പ്രത്യേക തെളിവിന്റെ ആവശ്യമില്ല. കാരണം ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ്. ദൂതന്മാരുടെ പ്രവർത്തനം വിസിബിൾ ആണ്. ദൈവവചനത്തിൽ അത് വ്യക്തമായിട്ട് വിവരിക്കപ്പെട്ടിട്ടുമുണ്ട്. ഇസ്രായേലിന്റെ യാത്രയിലും ഇസ്രായേൽ രാജാക്കന്മാരോടുള്ള ബന്ധത്തിലും കർത്താവിന്റെ ജനനത്തോടുള്ള ബന്ധത്തിലും അപ്പസ്തോല പ്രവൃത്തികളിൽ വരുമ്പോൾ സുവിശേഷ വേലയോടുള്ള ബന്ധത്തിലും ഫിലിപ്പോസിനോട് ദൈവത്തിന്റെ ദൂതനാണ് ഗസയ്ക്കുള്ള വഴിയെ പോകുവാനായിട്ട് ആവശ്യപ്പെടുന്ന ദൈവത്തിന്റെ ദൂതനാണ്. എന്നാൽ പിന്നീട് ദൂതന്മാരുടെ പ്രവർത്തനം നമ്മൾ അധികമായിട്ട് ഭൂമിയിൽ കാണുന്നില്ല. കാരണം പരിശുദ്ധാത്മാവ് ആളത്വപരമായി ഭൂമിയിൽ പ്രോപ്പർ ഗൈഡൻസ് വിശ്വാസികൾക്ക് കൊടുക്കുന്നത് കൊണ്ട് ദൂതന്മാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ആ ഒരു നടത്തിപ്പ് അല്ലെങ്കിൽ അപ്പോൾ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു സാഹചര്യം അവിടെ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പൊ ഹോളി വൺസ് അല്ലെങ്കിൽ വിശുദ്ധന്മാരെന്ന് പറയുന്നത് ദൂതന്മാരെ കുറിച്ചാണ്. അത് സ്വർഗത്തിലെ ദൂതന്മാർ എന്ന് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കുവാനായിട്ട് ആവശ്യമുണ്ട്. അവിടെ സ്വർഗത്തിലെ വിശുദ്ധന്മാരുടെ സഭ എന്നും വിശുദ്ധന്മാരുടെ സംഘം എന്നും പറയുന്നത് ദൂതന്മാരുടെ സംഘത്തെക്കുറിച്ചും ദൂതന്മാരുടെ കൂട്ടത്തെക്കുറിച്ചുമാണ്. അത് സ്വർഗത്തിൽ നടക്കുന്ന വിഷയമാണ്. ആവർത്തന പുസ്തകം 33:2 അവിടെ ലക്ഷോപലക്ഷം വിശുദ്ധന്മാർ എന്ന് നമ്മൾ വായിക്കുന്നത്. ഓൾറെഡി ഞാൻ ആ വാക്യം സൂചിപ്പിച്ചതാണ്. ലക്ഷോപലക്ഷം വിശുദ്ധന്മാർ ഉണ്ട് എന്നുള്ള വിഷയം ആവർത്തനം 33:2. ഇവിടെയാണ് ദൂതന്മാരെ വിശുദ്ധന്മാർ ഹോളി വൺസ് എന്ന് സംബോധന ചെയ്തിരിക്കുന്നത്. ഇനി മൂന്നാമതായിട്ട് സൈന്യം അല്ലെങ്കിൽ ഹോസ്റ്റ്. നമ്മൾ സൈന്യങ്ങളുടെ യഹോവ ലോർഡ് ഓഫ് ഹോസ്റ്റ് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഹോസ്റ്റ് അല്ലെങ്കിൽ ഹോസ്റ്റ് എന്ന് പറയുന്നത് സൈന്യങ്ങൾ എന്ന് പറയുന്നത് ദൂതന്മാരെ കുറിച്ചാണ്. 89-ാം സങ്കീർത്തനം തന്നെ അതിന്റെ 8-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ നിന്നെ പോലെ ബലവാൻ ആരുള്ളൂ. അപ്പൊ സ്വർഗത്തിൽ നടക്കുന്ന വിഷയങ്ങളെ എടുത്തുദ്ധരിച്ചുകൊണ്ട് ദൈവാത്മാവിൽ സങ്കീർത്തനക്കാരൻ മുൻകണ്ടുകൊണ്ട് പറയുകയാണ് അവിടെ സ്വർഗത്തിലെ സൈന്യം വിശുദ്ധന്മാരുടെ സഭയുണ്ട്, വിശുദ്ധന്മാരുടെ സംഘമാണ്, സൈന്യങ്ങളുടെ യഹോവയാണ്. സൈന്യം എന്ന് പറയുന്നത് നമുക്കറിയാം ദൈവത്തിനുണ്ട്. ഓൾറെഡി ഞാൻ അത് സൂചിപ്പിച്ചു. കർത്താവിന് വേണ്ടി പോരാടുന്ന ദൂതന്മാരുടെ ഗണം. ഇവരെ നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ അന്ത്യകാലത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ഈ പോരാട്ടത്തിന് വരുന്ന ദൂതന്മാരെ നമ്മളോട് വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അത് പിന്നാലെ നമ്മൾ ചേർത്ത് പഠിക്കുന്നതാണ്. ഇവിടെ നമ്മൾ ജസ്റ്റ് ഈ വിഷയം മാത്രം ഒന്ന് ചിന്തിച്ചു പോവുകയാണ്, ഈ വിശേഷ പദങ്ങൾ. അപ്പോൾ സൈന്യങ്ങളുടെ യഹോവ, സൈന്യങ്ങൾ എന്നുള്ള വാക്ക് ദൂതന്മാരോടുള്ള ബന്ധത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ സങ്കീർത്തനം 89:8, 1 ശമൂവേൽ 1:11, അനേക വാക്യങ്ങളുണ്ട്. യെശയ്യാ പ്രവചനം 31:4. പഴയ നിയമം നമ്മൾ വായിച്ചു വരുമ്പോൾ കൂടെ കാണുന്ന ഒരു പ്രയോഗമാണ് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ എന്നുള്ള വിഷയം. ഈ സൈന്യങ്ങളുടെ ദൈവം എന്നുള്ള വിഷയം, സൈന്യങ്ങൾ എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് ദൂതന്മാരെ കുറിച്ചാണ്. കർത്താവിന് ഒരു ടൈറ്റിലായിട്ട് അത് നിലകൊള്ളുന്നു. എന്നാൽ ആ സൈന്യങ്ങളുടെ യഹോവ എന്നുള്ള വാക്ക് കർത്താവിന് അകമ്പടി നിൽക്കുന്ന ദൂതന്മാരുടെ, വിശുദ്ധരായിരിക്കുന്ന കർത്താവിനെ വിശ്വസ്തയോടെ സേവിക്കുന്ന ദൂതന്മാരുടെ ഗണത്തെ കർത്താവ് അക്നോളജി ചെയ്യുന്നു, കർത്താവിന്റെ പേരിനോട് ചേർത്ത് അക്നോളജി ചെയ്യുന്നു എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു വിഷയം. അവർ നമ്മുടെ ദൈവം എന്ന് പറയുവാനായിട്ട് ശങ്കിക്കുന്നില്ല എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ദൂതന്മാർക്കും അതേ പ്രിവിലേജ് ദൈവം കൊടുത്തിട്ടുണ്ട്. രക്ഷിത ഗണമായിരിക്കുന്ന നമുക്കും ദൈവം അതേ നമ്മുടെ ദൈവമാണ് ദൈവം എന്ന് പറയുവാനുള്ള പ്രിവിലേജ് തന്നതുപോലെ തന്നെ ഈ ദൂതന്മാരുടെ ദൈവമാണ് യഹോവയാണ് യഹോവ എന്ന് പറയത്തക്കവണ്ണം ദൂതന്മാർക്കും ദൈവം വളരെ ഗൗരവമായിരിക്കുന്ന അല്ലെങ്കിൽ വളരെ പ്രാധാന്യമുള്ള ഒരു പരിഗണന കൊടുത്തിരിക്കുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. ഇനി നാലാമതായിട്ട് നമ്മൾ കാണുന്ന വിഷയം ദൈവത്തിന്റെ പുത്രന്മാർ എന്നുള്ള ടൈറ്റിലാണ്. നമ്മൾ ദൂതന്മാർന്ന് കണ്ടു, വിശുദ്ധന്മാർന്ന് കണ്ടു, സൈന്യങ്ങൾ എന്ന് കണ്ടു. ഇനി നാലാമതായിട്ട് ദൈവത്തിന്റെ പുത്രന്മാർ. നമ്മൾ പ്രധാനമായിട്ടും ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 6-ാം വാക്യത്തിലും ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 6-ാം വാക്യം അവിടെ നമുക്കറിയാവുന്ന വിഷയമാണ്. യാഗമർപ്പിക്കുവാനായിട്ട് ഇയ്യോബിന്റെ പുത്രന്മാരെ ശ്രദ്ധിക്കുന്ന വിഷയം പറഞ്ഞു വന്നതിന് ശേഷം ഒരിക്കൽ ദൈവത്തിന്റെ പുത്രന്മാർ ദൈവത്തിന്റെ സന്നിധി നിൽക്കുവാനായിട്ട് ചെന്നു, കൂടെ പിശാചും ചെന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ ദൈവത്തിന്റെ പുത്രന്മാർ എന്നുള്ള പ്രയോഗം ദൂതന്മാരെ കുറിച്ചാണ്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 2-ാം വാക്യം ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രന്മാരെ സ്വീകരിച്ചു എന്നുള്ള പ്രയോഗം നമ്മൾ കാണുന്നുണ്ട്. അവിടെയും ദൈവത്തിന്റെ പുത്രന്മാർ എന്നുള്ള പ്രയോഗം നമ്മൾ കാണുന്നു. അവിടെ വ്യാഖ്യാനത്തോടുള്ള ബന്ധത്തിൽ വ്യത്യസ്ത ആശയങ്ങൾ നിൽക്കുന്നുണ്ട്. അതിന്റെ വിശദീകരണത്തിലേക്ക് മറ്റൊരു ക്ലാസ്സിൽ ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് പ്രതിപാദിക്കാം. എന്നാൽ ഇവിടെ ദൈവത്തിന്റെ ദൂതന്മാർ
അത് എബ്രായ ഭാഷയിൽ ബെനേഹായ് എലോഹിം എന്നുള്ള വാക്കാണ്. സൺസ് ഓഫ് ഗോഡ് എന്ന് ഇംഗ്ലീഷിൽ വായിക്കുന്നു. ദൈവത്തിന്റെ പുത്രന്മാർ എന്നുള്ള ഈ പ്രയോഗം, അതായത് സൺസ് ഓഫ് ഗോഡ് എന്നുള്ള ഈ പ്രയോഗം ഈ വേദഭാഗങ്ങളിൽ ദൂതന്മാരോടുള്ള ബന്ധത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് എപ്രകാരമാണ് എന്ന് വിശദമായിട്ട്, കാരണം ഒരു ഡിസ്പ്യൂട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ആൾക്കാർ ഒരു കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു വേദഭാഗമാണ് ഉൽപ്പത്തി 6:2 ദൈവപുത്രന്മാരും മനുഷ്യരുടെ പുത്രിമാരും. ഇയ്യോബിന്റെ പുസ്തകത്തിലും അതുപോലെ തന്നെ. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു കമന്റ് ഒരു സഹോദരൻ പറഞ്ഞ വിഷയം ഇയ്യോബിന്റെ പുത്രന്മാരും പുത്രിമാരുമാണ് ദൈവത്തിന്റെ പുത്രന്മാർ, അല്ലെങ്കിൽ ഇയ്യോബിന്റെ കുടുംബമാണ് ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് പറയുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ ആണോ എന്നൊന്ന് വിശദമായിട്ട് പോകേണ്ട ആവശ്യമുണ്ട്. എന്നാൽ ഒറ്റ വാക്കിൽ പറയുകയാണ്, ഇയ്യോബിന്റെ പുസ്തകത്തിൽ പറയുന്ന വിഷയം അത് ഇയ്യോബിനെ കുറിച്ചോ ഇയ്യോബിന്റെ മക്കളെ കുറിച്ചോ അല്ല. ഇയ്യോബിന്റെ കുടുംബത്തോടുള്ള ഇയ്യോബാണ് ആ വിഷയം എഴുതി വരുന്നത്. പക്ഷേ ആ സംഭവം നടക്കുന്നത് ഇയ്യോബിന്റെ ഭവനത്തിലല്ല എന്ന് നമുക്ക് അവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അത് തന്നെയല്ല, സൺസ് ഓഫ് ഗോഡ് എന്നുള്ള പ്രയോഗം നമുക്ക് വിശ്വാസികളോടുള്ള ബന്ധത്തിലും ദൈവമക്കൾ, ചിൽഡ്രൻ ഓഫ് ഗോഡ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. സൺസ് ഓഫ് ഗോഡ് എന്നുള്ളത് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് ദൂതന്മാരോടുള്ള ബന്ധത്തിലാണ്. ബൈബിളില് മനുഷ്യരോടുള്ള ബന്ധത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ അത് ആ പശ്ചാത്തലവും ആ സാഹചര്യവും മനസ്സിലാക്കി നമ്മൾ പഠിച്ചു വരുമ്പോഴാണ് ആ വിഷയം മനസ്സിലാകുക. അതുകൊണ്ട് ഈ വിഷയത്തിൽ സൺസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ പുത്രന്മാർ എന്നുള്ള വിഷയത്തിൽ നമ്മളൊരു സ്പെഷ്യൽ ക്ലാസ് അധികം വൈകാതെ ഒരു ഫുൾ ഡേ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് അത് എടുക്കാം. ഇന്ന് ഇൻട്രഡക്ഷൻ ആയിട്ട് നമ്മൾ ഈ ക്ലാസ്സിൽ പറഞ്ഞു പോകുമ്പോൾ ആ വിഷയത്തിലേക്ക് വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ഇനി നമ്മൾ ദൂതന്മാര് വെളിപ്പെടുന്ന നിലകൾ, അപ്പിയറൻസസ് ഓഫ് ഏഞ്ചൽസ്, ദൈവദൂതന്മാര് മനുഷ്യർക്ക് വെളിപ്പെടുന്ന അല്ലെങ്കിൽ അവർ ഏതൊക്കെ നിലയിലാണ് വെളിപ്പെട്ടത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒന്നാമതായിട്ട് അവർ സാധാരണ മനുഷ്യരെ പോലെ വെളിപ്പെട്ടു എന്ന് പറഞ്ഞാൽ, ദൂതന്മാർ വന്നു കഴിഞ്ഞാൽ അവരെ മനുഷ്യരാണോ ദൂതന്മാരാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത നിലയിൽ സ്വാഭാവിക മനുഷ്യവേഷത്തിൽ ദൂതന്മാർ വന്നിട്ടുണ്ട്. അപ്പൊ ദൂതന്മാരുടെ പ്രത്യക്ഷതകൾ പല നിലകളിലാണ്. അതിൽ ഒന്നാമത്തെ പ്രത്യേകത, അവർ വന്നു, അവരെ മനുഷ്യരായി കണ്ട്, അവരെ മനുഷ്യരായിട്ട് സംസാരിച്ച്, മനുഷ്യരോട് ഇടപെടുന്ന പോലെ ഇടപെട്ടാണ് അവര് മനുഷ്യരുമായിട്ട് സംസർഗം പുലർത്തിയത്. അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. നമ്മള് ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 1-ാം വാക്യം, നമുക്ക് ആ വിഷയം അറിയാം, വാക്യം മുഴുവൻ വായിക്കേണ്ട ആവശ്യമില്ല. അബ്രഹാം കൂടാരവാതിക്കൽ ഇരിക്കുമ്പോൾ 3 പുരുഷന്മാർ അവിടെ വരുന്നു. അതിൽ ഒരാളെ യഹോവയായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. കാരണം ആ സംസാരം 18-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ യഹോവ അബ്രഹാമിന് ഇസ്ഹാക്ക് ജനിക്കുന്നതിനെ കുറിച്ച് വാഗ്ദത്തം കൊടുക്കുന്നതായിട്ട് യഹോവ എന്ന വാക്ക് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ആ 3 പേരിൽ ഒന്ന് ദൈവമായിരുന്നു, 2 ദൂതന്മാരായിരുന്നു. 2 പേര് ദൂതന്മാരായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് 19-ാം അധ്യായം 1-ാം വാക്യവും 8-ാം വാക്യവും വായിക്കുമ്പോഴാണ്. അവിടെ ആ 3 പേര് വന്നതിൽ 2 പേര് സ്വതം ഗൊമോറയിലേക്ക് പോയി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ അബ്രഹാം ഈ 3 പേരെയും സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായ വ്യക്തികളായിട്ട് ആയിരുന്നു സ്വീകരിച്ചത് എന്ന് കാണുവാനായിട്ട് കഴിയും. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൽ വരുമ്പോൾ അറിയാതെ അതിഥി സൽക്കാരം മറന്നു പോകരുത്, അറിയാതെ അതുകൊണ്ട് ദൈവദൂതന്മാരെ സൽക്കരിച്ചല്ലോ. അവിടെ നമുക്ക് ആർഗ്യൂ ചെയ്യാനുള്ള ഒരു വിഷയം എന്ന് പറയുന്നത്, ചിലർ ആർഗ്യൂ ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത്, ദൈവദൂതന്മാരെന്ന് പറയുന്നത് അവർ ഭക്തൻ അബ്രഹാമിനെ പോലെ നീതീകരിക്കപ്പെട്ട ആളുകളായതുകൊണ്ടാണ് അവരെ ദൂതന്മാരെന്ന് വിളിച്ചതെന്നാണ്. എന്നാൽ 19-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് വരുമ്പോഴത്തേനും അവിടെ ദൂതന്മാരെന്ന് പ്രത്യേകം എടുത്തു പറയുക. ഇവിടെ 18-ാം അധ്യായത്തിൽ പുരുഷന്മാരെന്ന് പറഞ്ഞതിന് ശേഷം 19-ാം അധ്യായത്തിൽ ചെല്ലുമ്പോൾ ദൂതന്മാരെന്ന് പ്രത്യേകം, ദൈവത്തിന്റെ ദൂതുമായിട്ട് വരുന്നവരെന്ന ആശയത്തിൽ എടുക്കാമെങ്കിലും, പക്ഷെ അവിടുത്തെ പ്രമേയം എന്ന് പറയുന്നത് ദൈവത്തിന് അകമ്പടിയായിട്ട് അല്ലെങ്കിൽ യഹോവയോട് കൂടെ വന്ന ദൂതന്മാരാണ് അവിടെ വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്നാൽ അവിടുത്തെ ഒരു പ്രത്യേകത, സൊദോം ഗൊമോറയിലെ ആളുകൾ ഈ ദൂതന്മാരെ കണ്ടപ്പോൾ സ്വാഭാവിക മനുഷ്യരായി തന്നെ കണ്ടു. അതുകൊണ്ടാണ് അവരുമായിട്ട് അവരെ ഭോഗിക്കേണ്ടതിന് ഞങ്ങളുടെ അടുക്കിലേക്ക് വിടുക എന്ന് പറഞ്ഞ് ലോത്തുമായിട്ട് പടവെട്ടുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ അവരുടെ പ്രവൃത്തിയിൽ നിന്ന് അവർ സ്വാഭാവിക മനുഷ്യരല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അവര് ലോത്തിനെയും കുടുംബത്തെയും അകത്ത് പിടിച്ചു കയറ്റിയതിനു ശേഷം ആബാലവൃദ്ധം ജനങ്ങൾക്ക് അന്ധരാക്കി കളഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഇതൊക്കെ ആണെങ്കിലും നമ്മുടെ ഇടയ്ക്ക് പൊതുവെ വചനം പഠിച്ചു വരുമ്പോൾ ആളുകൾക്ക് പൊതുവെ ഈ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളോട് ഒരു നിഷേധാത്മക നിലപാട് സ്വീകരിക്കുക എന്നുള്ളൊരു ഹ്യൂമൻ ടെൻഡൻസിയാണ്. അത് ആദാമിലെ ഏദൻ തോട്ടത്തിൽ തുടങ്ങിയ ഒരു വിഷയമാണ്, വിലക്കപ്പെട്ടതിനോടുള്ള ഒരു താല്പര്യം.
അപ്പൊ ദൈവവചനം വ്യക്തമായി പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളെ സംശയത്തോടെയും നോക്കുക, അല്ലെങ്കിൽ അത് ഇങ്ങനെയും ആകത്തില്ലയോ എന്ന് ചിന്തിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. എന്നാൽ അവിടെ വ്യക്തമായിട്ട് നമുക്ക് വായനയിൽ ദൈവവചനത്തിൽ ആശ്രയിച്ച് വായിക്കുമ്പോൾ മനസ്സിലാകുന്ന നിലയിലാണ് അത് ദൈവത്തിന്റെ ദൂതന്മാരാണ് എന്ന് ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതിന്റെ ഒരു ഫുൾഫിൽമെന്റ്, അല്ലെങ്കിൽ എബ്രായ ലേഖന കർത്താവ് അപ്പോസ്തലനായ പൗലോസ് അതിഥി സൽക്കാരത്തെ കുറിച്ച് പറയുമ്പോൾ ആ വിഷയം എടുത്തു വെച്ചിട്ട് പറയുകയാണ്, അറിയാതെ കണ്ട് ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടാര് അതിഥി സൽക്കാരത്തിൽ. അബ്രഹാമിന്റെ ജീവിതത്തിലാണ് നമുക്കത് പ്രത്യക്ഷമായിട്ട് കാണുവാനായിട്ട് ഇടയാകുന്നത്. അപ്പോൾ ദൂതന്മാർ സ്വാഭാവിക മനുഷ്യർ എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രത്യേകമായ വേഷവിധാനങ്ങളോ പ്രത്യേകമായിരിക്കുന്ന ഒരു ഗ്ലോറിയോ പ്രത്യേകമായിരിക്കുന്ന കഴിവ് പ്രദർശിപ്പിക്കുകയോ ഇതൊന്നുമില്ല. സാധാരണ മനുഷ്യരെ പോലെ അവർ വരുന്നു, ഇടപെടുന്നു. അതാണ് ഒരു പ്രത്യക്ഷത എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് അതിശയകരമായ നില എന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യന്റെ കണ്ണുകളിൽ ആശ്ചര്യം ഉണ്ടാക്കുന്ന നിലയിൽ അതിശയകരമായ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുക. നമുക്ക് വേണേൽ ഇംഗ്ലീഷിൽ വണ്ടർഫുൾ അപ്പിയറൻസ് എന്നോ അതിശയകരമായ വെളിപ്പാടെന്നോ നമുക്ക് വേണേൽ അതിനെ പറയാം. ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായം നമുക്കറിയാവുന്ന വിഷയമാണ്. അവിടെ 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ മനോഹയെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ, മനോഹയുടെ ഭാര്യ നമ്മൾ ശിംശോന്റെ ജനനത്തോടുള്ള ബന്ധത്തിലാണ് ആ വിഷയം വായിച്ചു വരുന്നത്. അവിടെ വരുമ്പോൾ ബാലൻ 5-ാം വാക്യത്തിൽ ബാലൻ ഗർഭം മുതൽ ദൈവത്തിന് ആസീരായിരിക്കും, അവൻ ഇസ്രായേലിനെ ഫെലിസ്തരുടെ കയ്യിൽ നിന്ന് രക്ഷിപ്പാൻ തുടങ്ങും. ഈ കാര്യങ്ങളൊക്കെ അതിന്റെ 3-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ആ സ്ത്രീക്ക് യഹോവയുടെ ദൂതൻ പ്രത്യക്ഷനായി അവളോട് പറഞ്ഞത്. 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ സ്ത്രീ ചെന്ന് ഭർത്താവിനോട് പറഞ്ഞത്, ഒരു ദൈവപുരുഷൻ എൻ്റെ അടുക്കൽ വന്നു, അവന്റെ ആകൃതി ഒരു ദൈവദൂതന്റെ ആകൃതി പോലെ അതിഭയങ്കരം ആയിരുന്നു. അവൻ എവിടെ നിന്നെന്ന് ഞാൻ അവനോട് ചോദിച്ചില്ല, തൻ്റെ പേർ അവൻ എന്നോട് പറഞ്ഞതുമില്ല. ഈ കഥ നമുക്കറിയാവുന്നതാണ്, അതിനൊരു വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. എന്നാൽ അവിടെ ആ സ്ത്രീ പറയുന്ന വിഷയം, ആ പുരുഷന്റെ അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ ദൈവപുരുഷന്റെ പ്രത്യേകത ഒരു ദൈവദൂതന്റെ ആകൃതി പോലെ അതിഭയങ്കരമായിരുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ കാഴ്ചപ്പാടിൽ, മനുഷ്യരുടെ ദൃഷ്ടിയിൽ അതിശയം സൃഷ്ടിക്കുന്ന രൂപം എന്നുള്ള നിലയിലാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. നമ്മൾ യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിലും അതുപോലെ യെഹെസ്കേൽ പ്രവചനത്തിലും ദൂതന്മാരെ കുറിച്ചിട്ട് ആരാധന ചിത്രീകരണമൊക്കെ കാണുമ്പോൾ അവിടെ കാണുന്ന ദൂതന്മാർ ഈ നിലയിൽ മനുഷ്യരുടെ ഉള്ളിൽ അതിശയകരമായിരിക്കുന്ന തേജോരൂപിയായിരിക്കുന്ന വളരെ ശ്രദ്ധ ആകർഷിക്കുന്ന രൂപത്തിലാണ് അവർ വരുന്നതെന്ന് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഓരോ പർപ്പസാണ് അവർ വരുന്നതിന്റെ, ഓരോ പർപ്പസാണ് അവരേത് രൂപം എടുക്കുന്നു എന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം ദൂതന്മാരിൽ വിവിധ കാറ്റഗറി ഉണ്ട്, അവരിലും ഗ്ലോറിയിൽ വ്യത്യാസമുണ്ട്, അവരുടെ സ്ഥാനത്തിൽ വ്യത്യാസമുണ്ട്. നമ്മൾ വിശ്വാസികളും കർത്താവിന്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ നമുക്ക് എല്ലാവരും രക്ഷയുണ്ട്, എല്ലാവർക്കും വിശ്വാസമുണ്ട്, എല്ലാവരും വീണ്ടെടുപ്പ് ഒന്നാണെങ്കിലും അവിടെ ചെല്ലുമ്പോൾ നമുക്കുമുണ്ട് തേജസ്സിലെ വ്യത്യാസങ്ങൾ. ക്രിസ്തുവിന്റെ ന്യായാസനം എന്നുള്ള വിഷയം പഠിച്ചപ്പോൾ നമ്മൾ ആ വിഷയം പഠിച്ചാണ്, അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ഇതുപോലെ തന്നെ ദൈവദൂതന്മാരുടെ ഇടയ്ക്കും ഈ ഒരു വിഭാഗീയ അല്ലെങ്കിൽ വ്യത്യാസം അവരുടെ ഗ്ലോറിയിലും അവരുടെ സ്ഥാനത്തിനനുസരിച്ചുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ മെസ്സേജുമായിട്ടാണ് ദൂതൻ വന്നതെങ്കിലും ആ വന്ന ദൂതന്റെ കാറ്റഗറി എന്ന് പറയുന്നത് കുറച്ച് ശ്രേഷ്ഠമായ കാറ്റഗറിയാണ്. അപ്പൊ അതിശയകരമായിട്ട് ആ ദൈവപുരുഷൻ, അപ്പോൾ ഈ മനോഹയുടെ ഭാര്യ തനിക്ക് ലഭിച്ച ദൈവിക സന്ദേശത്തെ കേട്ട് കഴിഞ്ഞപ്പോൾ മാൻ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ പുരുഷൻ എന്നാ പറയുന്നത്. അപ്പൊ മനുഷ്യരുള്ള ബന്ധത്തിൽ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ പറയുന്നത് ആ വ്യക്തിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ദൈവദൂതനെ പോലെ അതിഭയങ്കരമായിരുന്നു. എന്നാൽ പിന്നീട് നമ്മൾ തുടർന്നുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വീണ്ടും മനോഹ അത് കാണുവാനായിട്ട് ആഗ്രഹിക്കുകയും അദ്ദേഹം ഒരു ദൈവദൂതനാണ് എന്നുള്ള കാര്യം വ്യക്തമായി തിരിച്ചറിയുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് അതിശയകരമായ രൂപത്തിൽ വെളിപ്പെടുന്നു. മൂന്നാമതായിട്ട് മിന്നുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് വെളിപ്പെടുന്നു. നമുക്കറിയാം ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 4-ാം വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 24-4 നമുക്കറിയാം, കർത്താവ് പുനരുദ്ധാനം ചെയ്തതിനു ശേഷം സ്ത്രീകൾ കല്ലറയ്ക്ക് ചെല്ലുമ്പോൾ കല്ലറയിൽ കല്ലുരുട്ടി മാറ്റി വെച്ചതിന് ശേഷം കല്ലിന്മേൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ആ കല്ലറയിലുള്ള ദൂതന്മാരെയാണ് നമ്മൾ കാണുന്നത്. അവിടെ പറയുന്നത് മിന്നുന്ന വസ്ത്രം ധരിച്ച ദൂതന്മാരെന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പസ്തോല പ്രവൃത്തി 1-ാം അധ്യായം 10-ാം വാക്യത്തിൽ കർത്താവ് സ്വർഗാരോഹണം ചെയ്തതിനു ശേഷം ശിഷ്യന്മാരോട്
സംസാരിക്കുന്ന ദൂതന്മാർ വെള്ള വസ്ത്രം ധരിച്ചവരാണ്. അതൊരു കാറ്റഗറിയാണ്. ആ ദൂതന്മാര് വെള്ള വസ്ത്രം ധരിച്ചവരാണ്. അപ്പോസ്തല പ്രവൃത്തി 1:10. അതുപോലെ തന്നെ തേജോരൂപിയായിട്ട് വെളിപ്പെടുന്നുണ്ട്. ദാനിയേൽ പ്രവചനം 10:5-6. അപ്പോൾ ദൂതന്മാരിൽ പല കാറ്റഗറി ഉണ്ട്. ഇനി പല ടൈറ്റിൽസും അവർക്ക് വരുന്നുണ്ട്. അത് നമ്മൾ പിന്നാലെ കാണുന്നതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, സ്വർഗത്തിൽ ദൈവം കോടാനുകോടി ദൂതന്മാരെ സൃഷ്ടിച്ച് ഓരോരുത്തരെയും ഓരോരോ സ്ഥാനങ്ങൾ നൽകി ശുശ്രൂഷയ്ക്കാക്കിയിരിക്കുക. ചിലർക്ക് ഭൂമിയിൽ ശുശ്രൂഷയുണ്ട്, ചിലർക്ക് ഭൂമിയിൽ ഒരു ശുശ്രൂഷയുമില്ല, അവർക്ക് സ്വർഗത്തിൽ മാത്രമാണ് ശുശ്രൂഷ. ചിലർക്ക് ഭൂമിയിൽ ശുശ്രൂഷയുണ്ട്, സ്വർഗത്തിലും ശുശ്രൂഷയും അവരവരുടെ സ്ഥാനത്തിനും അവരവരുടെ ശുശ്രൂഷയ്ക്കും അനുസൃതമായ നിലയിലുള്ള തേജസ്സും മഹത്വവും അധികാരവും സ്ഥാനവും ഒക്കെ ദൈവം ദൂതന്മാർക്ക് നൽകിയിട്ടുണ്ട്. ഇത് പഠിച്ചു വരുമ്പോഴാണ് നമ്മൾ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠകരമായിരിക്കുന്ന ഒരു പദവിയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ വീണ്ടെടുപ്പിന്റെ മഹത്വം മനസ്സിലാക്കുവാനായിട്ട് ഈ ദൂതന്മാരെ കുറിച്ചുള്ള പഠനം ഏറെ സഹായകമാകും. ഇനി പേര്, ദൂതന്മാരെ ഇങ്ങനെ പല കാറ്റഗറികളായിട്ട് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ രണ്ട് ദൂതന്മാരുടെ പേരാണ് പ്രധാനമായിട്ടും വെളിപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. അത് ഒന്ന് നമുക്കറിയാം മിഖായേലാണ്, 2 ഗബ്രിയേല്. 2 ദൂതന്മാരുടെ പേരുകളാണ് ബൈബിളിൽ പേരായിട്ട് പറഞ്ഞ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കിയൊക്കെ ശുശ്രൂഷക്കാരായിട്ട് വന്നു, ദൈവത്തിന്റെ ദൂതൻ, യഹോവയുടെ ദൂതൻ, സൈന്യങ്ങളുടെ യഹോവയായിരിക്കുന്ന എന്നൊക്കെ പറഞ്ഞ് പോവുകയല്ലാതെ അവരുടെ പേരൊന്നും പറയുന്നില്ല. പിന്നെ ചില കാറ്റഗറി ദൂതന്മാരുടെ പേരുകൾ പറയുന്നുണ്ട്, അതിലേക്ക് നമ്മൾ വരും. എന്നാൽ പേര് വ്യക്തമായിട്ട് എടുത്ത് പറഞ്ഞിരിക്കുന്ന 2 ദൂതന്മാരാണ്. ഒന്ന് മിഖായേല്, 2 ഗബ്രിയേല്. ഈ മിഖായേലിന് 4 പേരുകൾ പ്രത്യേകമായിട്ട് ആഡ്ജക്റ്റീവായിട്ട് അല്ലെങ്കിൽ നാമവിശേഷണമായിട്ട് അല്ലെങ്കിൽ അവന്റെ ശുശ്രൂഷ സ്ഥാനത്തിന്റെ പ്രത്യേകതയായിട്ട് 4 പേരിലാണ് നമ്മൾ വായിക്കുന്നത്. യൂദയുടെ ലേഖനം 1:9 വരുമ്പോൾ പ്രധാന ദൂതൻ എന്നാണ് മിഖായേലിനെ കുറിച്ച് പറയുന്നത്. യൂദ 1:9 പ്രധാന ദൂതൻ. ദാനിയേൽ 10:13 വരുമ്പോൾ പ്രധാന പ്രഭുക്കളിൽ ഒരുവൻ, മിഖായേലിനെ കുറിച്ച് പറയുന്നതാണ്, പ്രധാന പ്രഭുക്കളിൽ ഒരുവൻ. ദാനിയേൽ പ്രവചനം 12:1 വരുമ്പോൾ മഹാപ്രഭു എന്ന് വായിക്കുന്നുണ്ട്. ദാനിയേൽ പ്രവചനം 12:1 മഹാപ്രഭു. വെളിപ്പാട് പുസ്തകം 12:7 അവിടെ സൈന്യാധിപനായിട്ട്, അതായത് കർത്താവിന് വേണ്ടി യുദ്ധം നയിക്കുന്ന വ്യക്തിയായിട്ടാണ് നമ്മൾ ഈ മിഖായേലിനെ കാണുന്നത്. നമ്മൾ മിഖായേലിന്റെ ലൈഫിനെ അല്ലെങ്കിൽ ആ ഒരു ശുശ്രൂഷകളെ ആകെ മൊത്തം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സൈന്യങ്ങളുടെ ക്യാപ്റ്റൻ, യഹോവയുടെ സൈന്യങ്ങളുടെ യഹോവയായിരിക്കും ദൈവത്തിന്റെ സൈന്യങ്ങളുടെ ക്യാപ്റ്റനാണ് ഈ മിഖായേൽ എന്ന് കാണുവാനായിട്ട് കഴിയും. എന്ന് പറയാം, കർത്താവിന് വേണ്ടി പോരാടുന്ന, ദൈവത്തിന് വേണ്ടി പോരാടുന്ന, ആ പോരാട്ടത്തെ നയിക്കുന്ന പ്രഭുവായിട്ട് അല്ലെങ്കിൽ ആർമി ക്യാപ്റ്റനായിട്ട് നമുക്ക് മിഖായേലിനെ മനസ്സിലാക്കാം. ഗബ്രിയേല് നേരെ തിരിച്ച് വേറൊരു ശുശ്രൂഷയാണ് ചെയ്യുന്നത്. പ്രധാനമായിട്ട് സന്ദേശവാഹകൻ, ദൈവത്തിന്റെ പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ ജനത്തിന് അറിയിക്കുന്ന ദൂതന്മാരുടെ മേധാവിയായിട്ട് നമുക്ക് അദ്ദേഹത്തെ കാണാം. എന്നാൽ അദ്ദേഹം നേരിട്ട് പ്രത്യക്ഷനാവുന്നുണ്ട്. ദാനിയേൽ പ്രവചനം 8:16, ലൂക്കോസ് 1:19 ഗബ്രിയേല് കടന്നു വരുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അത് നമുക്കറിയാം, യേശുവിന്റെ ജനനത്തോടുള്ള ബന്ധത്തിലാണ് ദൂതൻ അവിടെ വരുന്നത്. ദാനിയേൽ പ്രവചനം 8:16, ലൂക്കോസിന്റെ സുവിശേഷം 1:19. അപ്പൊ ഈ 2 ദൂതന്മാരുടെയാണ് പേരുകൾ എടുത്തു പറഞ്ഞിരിക്കുന്നത്. മറ്റു ദൂതന്മാരുടെ ഒന്നും പേരുകൾ എടുത്തു പറയാം. എന്നാൽ കാറ്റഗറി ദൂതന്മാർ ഉണ്ട്, ചില സംഘങ്ങൾ, അവരുടെ പേര് പറയുന്നുണ്ട്. അതോടെ നമുക്ക് നോക്കാം വിഭാഗങ്ങൾ, ദൂതന്മാരുടെ വിഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അത് പ്രധാനമായിട്ടും നമ്മൾ വായിക്കുന്ന പ്രധാന ദൂതൻ. ഒന്നാമതായിട്ട് വിഭാഗങ്ങൾ അല്ലെങ്കിൽ കാറ്റഗറീസ് ഓഫ് ഏഞ്ചൽസ്. ദൂതന്മാരുടെ ഇടയിലെ വിഭാഗങ്ങൾ, കോടാനുകോടി ദൂതന്മാരുണ്ട് നമ്മൾ കണ്ടു. അവർ പല കാറ്റഗറി ആയിട്ട് നിൽക്കുന്നത് കണ്ടു. അവരിൽ 2 പേരുടെ പേര് മാത്രം, ഒന്ന് മെസ്സഞ്ചേഴ്സ് അല്ലെങ്കിൽ ദൂത് വഹിക്കുന്നവരുടെ മെയിൻ ആളായിരിക്കുന്ന, നേതാവായിരിക്കുന്ന ഗബ്രിയേലും, കർത്താവിന് വേണ്ടി പോരാടുന്ന സൈന്യങ്ങളുടെ ആ സംഘത്തിന്റെ ക്യാപ്റ്റനായിട്ട് മിഖായേലിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇനി ദൂതന്മാരുടെ വിഭാഗങ്ങളിൽ ഒന്നാമത്തെ വിഭാഗം പ്രധാന ദൂതൻ തന്നെയാണ്. മിഖായേലും ഗബ്രിയേലും ആ കാറ്റഗറി വരുന്നുണ്ട്. പ്രധാന ദൂതൻ. ദാനിയേൽ പ്രവചനം 10:13 ആ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് മിഖായേലിന് മാത്രമാണ്. പ്രധാന ദൂതൻ എന്നുള്ള വാക്ക് അല്ലെങ്കിൽ ആ ടൈറ്റില്
മിഖായേലിന് മാത്രമാണ് ദൈവവചനത്തിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഗബ്രയേലിനെ അതിനോട് ചേർത്ത് ചിന്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ പ്രധാന ദൂതൻ എന്ന അഡ്ജക്റ്റീവ് മിഖായേലിനോട് ചേർത്താണ് വെച്ചിരിക്കുന്നത്. ദാനിയേൽ പ്രവചനം 10:13 പ്രധാന ദൂതൻ. നമ്മൾ കർത്താവ് സഭയെ ചേർക്കുവാനായിട്ട് വരുമ്പോൾ അവിടെ വായിക്കുന്ന പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കാഹളനാദത്തോടും. അപ്പോൾ സൈനിക അകമ്പടിയോടെ അല്ലെങ്കിൽ ദൈവത്തിന്റെ സേനയുടെ അകമ്പടിയോടെയാണ് സഭയെ ചേർക്കുവാനായിട്ട് കർത്താവ് വരുന്നത്. കോടാനുകോടി ദൂതന്മാരുടെ സംഘം കർത്താവിനെ എതിരേൽക്കും. അവരോട് ചേർന്നാണ് വിശുദ്ധന്മാർ, കോടാനുകോടി വിശുദ്ധന്മാർ കർത്താവിനെ എതിരേൽക്കുന്നത് എന്നുള്ളത് എത്രയോ അനുഗ്രഹീതമായ പദവിയാണ്. അതിന്റെ ക്യാപ്റ്റനായിട്ട് അല്ലെങ്കിൽ അതിൽ ഏറ്റവും മുൻനിരയിൽ കർത്താവിനോട് കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഈ മിഖായേൽ അല്ലെങ്കിൽ പ്രധാന ദൂതൻ. മിഖായേൽ എന്ന് അവിടെ പറയുന്നില്ല, എന്നാൽ പ്രധാന ദൂതൻ എന്നവിടെ പറയുന്നു. ഇനി ഈ രണ്ടു പേരെയാണ് നമുക്ക് പേരുപരമായിട്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത്. മറ്റാരെങ്കിലും പ്രധാന ദൂതന്മാരുടെ കാറ്റഗറിയിലുണ്ടോ എന്ന് വചനം വെളിപ്പെടുത്തുന്നില്ല. വെളിപ്പെടുത്താത്ത കാര്യങ്ങളുടെ പിന്നാലെ നമ്മൾ പോകേണ്ട ആവശ്യമില്ല. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ദാനിയേൽ പ്രവചനം 10:13, അതുപോലെ തന്നെ 1 തെസ്സലോനിക്കർ 4:16 അതിന്റെ റെഫറൻസ്. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്ന കാറ്റഗറി കെരൂബുകളാണ്. പഴയ നിയമത്തിൽ 33 പ്രാവശ്യം കെരൂബ് എന്നുള്ള വാക്ക് അല്ലെ കെരൂബുകളെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. കെരൂബുകൾ ഉൽപ്പത്തി പുസ്തകം 3-24 വാക്യത്തിലാണ് ആദ്യമായിട്ട് നമ്മൾ കെരൂബിനെ കാണുന്നത്. ആദാം പാപം ചെയ്ത് ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട് കഴിയുമ്പോൾ കയ്യിൽ വാളുമായിട്ട് കെരൂബുകൾ തോട്ടത്തിന് കാവിൽ നിൽക്കുന്നു എന്നത് നമ്മൾ ആദ്യം കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 3-24 വാക്യം. പിന്നീട് സങ്കീർത്തനങ്ങളിലും യെഹെസ്കേൽ പ്രവചനത്തിലും ഈ കെരൂബുകളെ നമ്മൾ കാണുന്നുണ്ട്. യെഹെസ്കേൽ പ്രവചനം 10-ാം 1 മുതൽ 22 വാക്യങ്ങളിൽ കെരൂബുകളെ അവിടെ എടുത്ത് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അവരുടെ ഫീച്ചേഴ്സ് അത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് യെഹെസ്കേൽ പ്രവചനത്തിലാണ്. അവിടെ നമ്മൾ ഓരോ കെരൂബുകൾക്ക് 4 മുഖമുണ്ട്. അതിനെക്കുറിച്ച് പറഞ്ഞത് സിംഹത്തിന്റെ മുഖം, മനുഷ്യന്റെ മുഖം, ഇങ്ങനെ 4 മുഖങ്ങളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അവിടെ 4 മുഖം അല്ലെ ചതുർമുഖി എന്ന് വേണം നമുക്ക് പറയാം. 4 മുഖങ്ങളുണ്ട്, ചിറകുണ്ട്, ചിറകിന് കീഴിൽ മനുഷ്യക്കൈയുണ്ട്. ഈ യെഹെസ്കേൽ പ്രവചനം 10-ാം അധ്യായം 1 മുതൽ 22 വാക്യങ്ങളെ ഒന്ന് പോയിന്റ് ബേസ് ചെയ്ത് പറഞ്ഞേക്കുന്നതാണ്. 4 മുഖമുണ്ട്, ചിറകുണ്ട്, ചിറകിന് കീഴിൽ മനുഷ്യക്കൈയുണ്ട്. അവയുടെ കാലുകൾ ശോഭയുള്ളതായിരുന്നു. കാലിനടിയിൽ വീലുണ്ട് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് പറയാം, അത് എങ്ങോട്ട് വേണമെങ്കിലും തിരിയാവുന്ന ഒരു സംവിധാനമാണ് അവർക്ക് ഉണ്ടായിരുന്നത്. എന്ന് പറഞ്ഞാൽ അവരുടെ ശുശ്രൂഷ എന്ന് പറയുന്നത് സൈന്യങ്ങളുടെ ദൈവമായിരിക്കുന്ന യഹോവയെ വഹിക്കുക അല്ലെങ്കിൽ കർത്താവിന് സഞ്ചരിക്കുവാനായിട്ടുള്ള രഥങ്ങൾ എന്നുള്ള നിലയിലും അതിനെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. അവിടെ അവരുടെ മേളിലാണ്, ഇവയുടെ ഈ കെരൂബുകളുടെ മേളിലാണ് ദൈവ തേജസ് നിലകൊള്ളുന്നതായിട്ട് യെഹെസ്കേൽ കാണുന്നത്. അപ്പം കർത്താവ് സഞ്ചരിക്കുന്ന മാർഗത്തിൽ കർത്താവിന് സഞ്ചരിക്കാൻ പ്രത്യേക വാഹനത്തിന്റെ ആവശ്യമില്ല, ദൈവത്തിന് സഞ്ചരിക്കാം. പക്ഷെ ദൈവത്തിന്റെ പ്രവർത്തന പദ്ധതിയിൽ അല്ലെങ്കിൽ ദൈവം സഞ്ചരിക്കുന്നതിനായിട്ട് ക്രമീകരണം ചെയ്തിരിക്കുന്നത് വിശുദ്ധന്മാരായിരിക്കുന്ന വിശുദ്ധിയോടുകൂടി തേജസ്സോടുകൂടി പ്രത്യേക തേജസ്സോടുകൂടി പ്രത്യേക കഴിവുകളോടുകൂടി സൃഷ്ടിക്കപ്പെട്ട ദൂതന്മാരെയാണ് കർത്താവ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇതുപോലെ ഉള്ള സംഘത്തിലെ ഒരു കെരൂബായിരുന്നു ലൂസിഫർ അല്ലെങ്കിൽ വീടും പോയ സാത്താൻ എന്ന് യെഹെസ്കേൽ പ്രവചനം 14-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഇവരൊരു പ്രത്യേക സംഘമാണ്. ദൈവദൂതന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠതരമായിരിക്കുന്ന സ്ഥാനീയ പദവികൾ അലങ്കരിച്ച ഒരു കൂട്ടരാണ് കെരൂബുകൾ എന്ന് കാണുവാനായിട്ട് കഴിയും. അതിന് കാരണം ദൈവ തേജസ് വെളിപ്പെടുന്നത് ഈ കെരൂബുകളുടെ മുകളിൽ അല്ലെങ്കിൽ നടുവിലാണ്. നമ്മൾ സമാഗമന കൂടാരം പഠിക്കുമ്പോൾ അതിവിശുദ്ധ സ്ഥലത്ത് കൃപാസനം ഇരിക്കുമ്പോൾ, കൃപാസനം എന്ന് പറഞ്ഞ പെട്ടിയുടെ 2 വശത്തും ഫേസ് ടു ഫേസ് ചിറക് വിരിച്ചു നിൽക്കുന്ന കെരൂബുകളെയാണ് വെച്ചിരുന്നത്. അത് സ്വർഗത്തിലെ ദൈവിക സാന്നിധ്യത്തിന്റെ ഒരു പ്രതീകമായിട്ട് നിൽക്കുന്നു. അപ്പൊ ദൈവ തേജസ് ഈ കെരൂബുകളുടെ നടുവിലാണ് വെളിപ്പെടുന്നത് എന്നത് കെരൂബുകൾക്ക് ദൈവസന്നിധിയിൽ ദൈവിക പ്രത്യക്ഷതകളിലുള്ള സ്ഥാനത്തെ പ്രത്യേകമായിട്ട് എടുത്തു കാണിക്കുന്ന ഒരു ചിത്രമാണ്. പിന്നെ നമ്മൾ കാണുന്നത് ജീവികൾ എന്ന് പറയുന്ന ഒരു കൂട്ടരെ കാണുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തില് നമ്മൾ കാണുന്നു. അവിടെയും ഈ ജീവികളെ 4 ജീവികളായിട്ട് ഈ 4 മുഖങ്ങൾ അവിടെ വ്യത്യസ്ത ജീവികൾക്ക് കാണുന്നു. യെഹെസ്കേൽ കാണുമ്പോൾ യെഹെസ്കേലിന്റെ വീക്ഷണത്തിൽ ഒരു ജീവിക്ക് 4 മുഖമാണ്, അല്ലെങ്കിൽ ഒരു കെരൂബിന് 4 മുഖമായിട്ട് കാണുന്നു.
വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ 4 വ്യത്യസ്ത മുഖങ്ങളുള്ള ജീവികളായിട്ട് കാണുന്നു. ഇതിന് 2 സാധ്യതയുണ്ട്. ഒന്ന്, വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ കാണുമ്പോൾ അവരെ പ്രത്യേകമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണുന്നു. അതിന് അർത്ഥങ്ങളുണ്ട്. കർത്താവിന്റെ 4 സ്ഥാനീയ പദവികളെയൊക്കെ അവിടെ വ്യക്തമായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. എന്നാൽ യെഹെസ്കേൽ പ്രവാചകൻ കാണുമ്പോൾ അത് ഒരു യൂണിഫൈഡ് ആയിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ മറ്റൊരു സാധ്യത എന്ന് പറയുന്നത്, ഈ കെരൂബുകൾക്ക് സമാനമായി സ്വർഗത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന മറ്റൊരു കൂട്ടരായിരിക്കാം വെളിപ്പാട് പുസ്തകത്തിലെ 4 ജീവികൾ എന്നതും ചിന്തിക്കാവുന്ന വിഷയമാണ്. അപ്പം കൃത്യമായ വിഷയങ്ങൾ നമുക്ക് ലഭ്യമല്ലാത്തത് കൊണ്ട് നമുക്ക് ഈ 2 ചിന്തകളിലും നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് കഴിയും. ഒന്ന്, യെഹെസ്കേല് കെരൂബിനെ മൊത്തമായിട്ട് ദൈവ തേജസ്സിന് പ്രാധാന്യം കൊടുത്ത് കെരൂബുകളുടെ പ്രത്യേകത കോമൺ ആയിട്ട് കാണുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ കർത്താവിന്റെ വീണ്ടെടുപ്പ് പ്രവൃത്തിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ സ്വർഗീയ പ്രത്യക്ഷത കാണുന്നിടത്ത് ഈ 4 കെരൂബുകളെ ഡിഫറൻഷിയേറ്റ് ആയിട്ട് കാണുന്നു എന്ന് നമുക്ക് ചിന്തിക്കും. എന്നാൽ അതേസമയം കെരൂബുകളെ പോലെ തന്നെ ഉള്ള അല്ലെങ്കിൽ അതിനോട് ചേർന്ന കാറ്റഗറിയിൽപ്പെട്ട മറ്റൊരു ഗ്രൂപ്പ് ഏഞ്ചൽസ് ആയിട്ടും ചിന്തിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഈ 2 അഭിപ്രായവും വേദപഠിതാക്കളുടെ ഇടയിലുണ്ട്. എന്നാൽ നമുക്ക് ഈ 2 അഭിപ്രായത്തിലും പ്രത്യേകമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ഇത് ഉപദേശത്തെ സ്വാധീനിക്കുന്ന വിഷയമൊന്നുമല്ല. എന്നാൽ ഈ 2 ചിത്രീകരണത്തിലും ദൈവത്തിന്റെ പ്രവൃത്തികളുടെയും സ്വഭാവ സവിശേഷതകളുടെയും പ്രതിഫലനങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ദൈവിക തേജസ് വെളിപ്പെടുന്നത് ഈ കെരൂബുകളുടെ മുകളിൽ ഒരു പ്രത്യേക വിധാനത്തിൽ നിന്ന് ചിറകുകളിന്മേൽ വഹിക്കുന്ന ഒരു പ്രത്യേക വിധാനത്തിലായിട്ടാണ് യെഹെസ്കേൽ പ്രവാചകൻ കാണുന്നത്. അതിന്റെ ഒരു ചിത്രീകരണമാണ് നമ്മൾ സമാഗമന കൂടാരത്തിൽ കാണുന്ന ദൈവ തേജസ് വെളിപ്പെടുന്നത് കെരൂബിന്റെ നടുവിലാണ്. അപ്പം നമ്മൾ അതിൽ നിന്ന് ഉൾക്കൊള്ളുവാനായിട്ട് ആവശ്യമുള്ള പാഠം എന്ന് പറയുന്നത്, ഈ കൂട്ടം ദൂതന്മാർ അല്ലെങ്കിൽ ദൂതസംഘത്തിലെ കെരൂബുകൾ എന്ന് പറയുന്ന സംഘത്തിലാണ് ദൈവം തന്റെ തേജസ് വെളിപ്പെടുവാനായിട്ടും തന്റെ മഹത്വത്തിനായിട്ടും ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. അല്ലെങ്കിൽ അവരാണ് ദൈവിക മഹത്വത്തിന്റെ വാഹകർ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ദൈവം അതിനെ കെരൂബിനെ വാഹനമാക്കി എന്ന് സങ്കീർത്തനം 18:10 പറയുന്നുണ്ട്. ദൈവം കെരൂബിനെ വാഹനമാക്കി സഞ്ചരിക്കുന്നു, യഹോവ കെരൂബിനെ വാഹനമാക്കി സഞ്ചരിക്കുന്നു എന്ന് സങ്കീർത്തനം 18:10 എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ അത് ദൈവിക തേജസ് സഞ്ചരിക്കുന്നു എന്നുള്ള നിലയിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി 4ാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് സാറാഫുകളാണ്. ഈ കെരൂബുകൾ, സാറാഫുകൾ, ഈ 2 കാറ്റഗറി നമ്മുടെ മനസ്സിൽ ഏറ്റവും ഓടി വരുന്ന 2 ടൈറ്റിലുകളാണ്. ജീവികൾ എന്നതും വെളിപ്പാട് പുസ്തകത്തിൽ ആരാനുള്ള പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ മൂപ്പന്മാരും ജീവികളും എന്ന് നമ്മൾ കാണുന്നുണ്ട്. അവിടെ ഈ ജീവികൾ എന്ന് പറയുന്നത് ദൂതന്മാരുടെ സംഘം അല്ലെങ്കിൽ കെരൂബിന്റെ ഒരു ഗ്രൂപ്പായിട്ടോ അല്ലെങ്കിൽ കെരൂബുകളായിട്ടോ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. സാറാഫുകളെ കുറിച്ച് ഒരു വേദഭാഗമാണ് നമുക്കുള്ളത്. യെശയ്യാ പ്രവചനം 6-ാം അധ്യായം 2 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിലാണ് സാറാഫുകളെ കുറിച്ച് നമ്മൾ കാണുന്നത്. 2 മുതൽ 7 വരെ വാക്യങ്ങളിൽ, ആ വാക്യങ്ങളിൽ 2 പ്രാവശ്യം സാറാഫുകൾ എന്ന വാക്ക് നമ്മൾ കാണുന്നുണ്ട്. അവിടെ പ്രത്യേകമായിരിക്കുന്ന ഈ സാറാഫ് എന്ന വാക്കിന്റെ എബ്രായ വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് ജ്വലിക്കുക, കത്തുക എന്നൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ തേജസ്സിൽ ആയിരിക്കുന്ന ദൂതന്മാർ, തേജസ് എന്ന് പറഞ്ഞാൽ ജ്വലിക്കുന്ന അല്ലെങ്കിൽ തേജോരൂപികളായിരിക്കുന്ന മഹത്വധാരികളായിരിക്കുന്ന ദൂതന്മാരാണ്. മറ്റുള്ളവർക്ക് മഹത്വമുണ്ട്. ഇവരെ ജ്വലിക്കുന്ന പറഞ്ഞാൽ ഒരു തീ കത്തുന്ന പ്രകൃതിയോടുകൂടി ആ ഒരു ശോഭയോടുകൂടി നിൽക്കുന്ന ഒരു അനുഭവമാണ് ഈ സാറാഫുകൾക്കുള്ളത്. അവിടെ നമ്മൾ വായിക്കുന്നത്, ഇവിടെ ആരാധന വിഷയം, അവർ 2 കൊണ്ട് പറന്ന് 2 കൊണ്ട് കാല് മറച്ച് 2 കൊണ്ട് ശരീരം മറച്ച് ദൈവത്തെ ആരാധിക്കുന്ന ചിത്രമാണ് യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ദൂതന്മാരെ കാണുമ്പോൾ അവർ മനുഷ്യരൂപികളായിരിക്കുമ്പോൾ തന്നെ അവർക്ക് ചിറകുകൾ ഉള്ളതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അവിടെ ഒരു പ്രതിനിധാനം, ഈ യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൽ ദൈവത്തെ അവർ ആരാധിക്കുന്നു. യെഹെസ്കേൽ കാണുന്നത് ദൈവ തേജസ് സഞ്ചരിക്കുന്ന കെരൂബുകളെ കുറിച്ചാണ്, വാഹനമാക്കി സഞ്ചരിക്കുന്നു. ദൈവിക തേജസ് വെളിപ്പെടുന്ന സ്ഥലം, കൃപാസനം, അവിടെയും കെരൂബുകളെ കാണുന്നു. സാറാഫുകളെ നമ്മൾ കാണുന്നത് കർത്താവിനെ ആരാധിക്കുന്ന വ്യക്തികളായിട്ടാണ്. എങ്ങനെയാണ് കർത്താവിനെ ആരാധിക്കേണ്ടത് എന്നതിന് ദൃഷ്ടാന്തമായിട്ട് യെശയ്യാ പ്രവാചകൻ കാണുന്ന ചിത്രമാണ്. തങ്ങളുടെ മഹത്വത്തെ മറച്ചുകൊണ്ട് ദൈവിക തേജസ്സിനെ കണ്ടുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന ഒരനുഭവം. അത് വിശ്വാസികളായിരിക്കുന്ന നമ്മൾക്കും വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ദൈവത്തെ ആരാധിക്കാനായിട്ട് ചെല്ലുമ്പോൾ നമ്മളെക്കാൾ എത്രയോ ശ്രേഷ്ഠ, നമ്മളിപ്പോഴും ഫിസിക്കൽ ബോഡിയിൽ തന്നെ ഇരിക്കുന്ന കുറവുകള്, രോഗങ്ങള്, പ്രയാസങ്ങള്, ബലഹീന നരകള്, മുടി ഒഴിച്ചിലുകൾ, ഇങ്ങനെ പല പ്രശ്നമുള്ള ശരീരത്തിൽ നമ്മൾ ഇരുന്ന് കർത്താവിനെ ആരാധിക്കും. എന്നാൽ ദൂതന്മാര് അവരെ സൃഷ്ടിച്ചപ്പോൾ തികവുള്ളവരായിട്ട് സൃഷ്ടിച്ചു.
ആ തികവിൽ അവർ കർത്താവിനെ ആരാധിക്കുമ്പോൾ അവരുടെ ഗ്ലോറി വെളിപ്പെടുകയല്ല, മറിച്ച് അവരുടെ ദൈവത്തിന്റെ ഗ്ലോറി വെളിപ്പെടണം എന്നുള്ള ലക്ഷ്യത്തിൽ അവർ തങ്ങളെ തന്നെ മറച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന ചിത്രം നമ്മൾ കാണുന്നു. അപ്പൊ നമ്മൾ കർത്താവിനെ ആരാധിക്കുമ്പോൾ ഈ ദൂതഗണങ്ങളെ കുറിച്ച് ഒരു ചിന്ത നമുക്കുണ്ടാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓർപ്പിച്ചു, കുറഞ്ഞത് ഒരു പക്ഷെ ഒരു ദൂതൻ നമ്മുടെ കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കി നാം ദൈവസന്നിധിയിൽ കർത്താവിനെ ആരാധിക്കുവാനായിട്ട് ചെല്ലുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കണം? ദൂതന്മാർ തങ്ങളുടെ ശരീരം മറച്ച്, കാൽപാദം മറച്ച്, രണ്ടുകൊണ്ട് പറന്നു നിന്ന് അവർ കർത്താവിനെ ആരാധിക്കുകയാണ്. അവര് പറയുന്ന വിഷയം കർത്താവ് പരിശുദ്ധൻ. കർത്താവിന്റെ പരിശുദ്ധിയെ ഓർത്ത് അവർ കർത്താവിനെ ആരാധിക്കുമ്പോൾ കർത്താവിന്റെ വിശുദ്ധിയുടെ മുമ്പിൽ തങ്ങളുടെ വിശുദ്ധി ഏതുമില്ല എന്ന് ദൂതന്മാർ മനസ്സിലാക്കുകയും സമ്മതിക്കുകയും ചെയ്യുക. നമ്മൾ കർത്താവിനെ ആരാധിക്കാനായിട്ട് ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത് നമുക്ക് ചുറ്റും നിൽക്കുന്ന വിശ്വാസികളെയാണ്. അവരുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അവരെക്കാൾ ശ്രേഷ്ഠതയുള്ളവരായിട്ട് നമുക്ക് തോന്നാം. ഇനി അഥവാ വല്ല വിശ്വാസിയും നമ്മളിൽ വല്ല കുറവ് കാണിച്ചു കഴിഞ്ഞാൽ നീ ആര് ചോദിക്കാൻ ഒരു ചിന്ത വാക്കും നമ്മുടെ അത് ജഡത്തിന്റെ പ്രവൃത്തിയാണ്. എന്നാൽ നമ്മൾ ഈ ദൂതന്മാരെ കാണുമ്പോൾ ചിന്തിക്കേണ്ട വിഷയം, ഇവര് മറ്റു ദൂതന്മാർ അവിടെ കൺസെന്റ് അല്ല. സാറാഫുകൾ ഓരോരുത്തൻ പറന്നു നിന്നുകൊണ്ട് അവർ തങ്ങളുടെ ശരീരത്തെ മറച്ചുകൊണ്ട്, തങ്ങളുടെ കാൽപാദങ്ങളെ മറച്ചുകൊണ്ട് കർത്താവിനെ ആരാധിക്കുന്നു. എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത്? വെളിപ്പാട് സമാഗമന കൂടാരത്തിൽ അതിവിശുദ്ധ സ്ഥലത്തേക്ക് മഹാപുരോഹിതൻ യാഗവസ്തുവുമായിട്ട് പോകുമ്പോൾ അവന്റെ കാൽപാദങ്ങൾ കാണാതിരിക്കത്തക്കവണ്ണം ഇറക്കമുള്ളതായിരിക്കണം അവന്റെ ഉടുപ്പ് എന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ നഗ്നത കാണുവാൻ, മുഖം മറയ്ക്കുവാനായിട്ട് പറയുന്നില്ല. അവിടെ പുരുഷന്മാർ മുഖം മറയ്ക്കുവാനായിട്ട് പറയുന്നില്ല. കർത്താവ് തേജസ് കാണാൻ അനുവദിക്കുന്നു, അല്ലെങ്കിൽ ദൈവിക സ്ഥാനത്തിലേക്ക് കടന്നു ചെല്ലാൻ മുഖം അനുവദിക്കുന്നു. ബാക്കി ശരീരഭാഗങ്ങളെ മറച്ചുകൊണ്ടാണ് അവിടെ ആരാധനയ്ക്കായിട്ട് കടന്നു പോകുന്നത്. കൃപായുഗമായതുകൊണ്ട് എങ്ങനെയും ആകാം, എന്തുമാകാം എന്നൊരു ചിന്ത നമുക്ക് വന്നിട്ടുണ്ട്. അതത്ര യോഗ്യമല്ല. കാരണം ദൈവദൂതന്മാർ നമുക്ക് കാണിച്ചു തരുന്ന മാതൃക എന്ന് പറയുന്നത് നമ്മളെ തന്നെ കവർ ചെയ്തുകൊണ്ട് പോകുന്ന, ഇന്ന് അനാവൃതമാക്കുന്നതിലാണ് വിശ്വാസികൾക്കും താല്പര്യം. ലോകത്തിൽ അങ്ങനെയാണ്, കംപ്ലീറ്റ് അനാവൃതമാണ്. ഇന്ന് ദൈവസന്നിധിയിൽ ചെല്ലുമ്പോഴും അനാവൃതരായി ചെല്ലുന്നതിൽ വിശ്വാസികൾക്ക് ലജ്ജയില്ലാത്ത ഒരു കാലഘട്ടത്തിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ നമ്മൾ നമ്മുടെ മക്കളെക്കുറിച്ചും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സഭയിലൊക്കെ നമ്മൾ വ്യക്തിപരമായും കുറിക്കൊള്ളേണ്ട ഒരു വിഷയം, ദൈവത്തെ പരിശുദ്ധനായി കാണുന്നുവെങ്കിൽ നമ്മുടെ മഹത്വം, നമ്മുടെ സൗന്ദര്യം, നമ്മുടെ കഴിവ്, നമ്മുടെ ആഢ്യത്വം ഇതൊന്നും ദൈവസന്നിധിയിൽ ആരാധനാ വേളയിൽ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വെളിപ്പെടുവാനായിട്ട് പാടില്ല എന്നുള്ളത്. യോഗ്യമായ നിലയിൽ ചെല്ലുവാനായിട്ട് കഴിയണം. അതിനാണ് ദൂതന്മാരെ ദൈവം അവിടെ ആക്കി വെച്ചിട്ട് അത് മാതൃകയായിട്ട് നമുക്ക് തന്നിരിക്കുക. ഈ ദൂതന്മാർ നമ്മളെ കാണുമ്പോൾ, നമ്മൾ കർത്താവിനെ ആരാധിക്കുന്നത് കാണുമ്പോൾ അവർക്ക് നമ്മളോട് ചേർന്ന് കർത്താവിനെ ആരാധിക്കുവാനായിട്ട് ഇടയാകുന്ന ഒരു അനുഭവം ഉണ്ടാകണം. ഈ സ്വർഗത്തിൽ മൂപ്പന്മാരും ജീവികളും കർത്താവിനെ ആരാധിക്കുമ്പോൾ അർക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ബലവും ബഹുമാനവും സ്വീകരിപ്പാൻ യോഗ്യൻ എന്ന് പറഞ്ഞ് വീഴുന്ന ആരാധിക്കുന്നുണ്ട് മൂപ്പന്മാര്. ഇവർ പരസ്പരം കണ്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാതെ അറുക്കപ്പെട്ട കുഞ്ഞാട്, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ പറയുന്നത് നമുക്ക് വേണ്ടി അറുക്കപ്പെട്ട കുഞ്ഞാട് അറുക്കപ്പെട്ടു. ദൂതന്മാർ പറയുന്നത് എന്താ? നമ്മുടെ ദൈവത്തിന്റെ കുഞ്ഞാട് മനുഷ്യർക്ക് വേണ്ടി അറുക്കപ്പെടുന്നു. അവർക്ക് വീണ്ടെടുപ്പ് അവർ അങ്ങനെയല്ല ഒരുക്കപ്പെട്ടിരിക്കുന്നത്. അവരെ ദൈവം വിശുദ്ധിയിൽ ആക്കി വെച്ചിരിക്കുക. അവരിൽ വീണുപോയവർക്ക് വീണ്ടെടുപ്പ് ഒരുക്കിയിട്ടുമില്ല. അപ്പോൾ നമ്മൾ വളരെ ഗൗരവത്തോടെ നമ്മുടെ വിശ്വാസ ജീവിതം നയിക്കണം എന്നുള്ള മുന്നറിയിപ്പ് ഈ ദൈവത്തിന്റെ ദൂതന്മാരുടെ വിഭാഗങ്ങൾ നമുക്ക് തരുന്നു. നാം ദൈവത്തെ വഹിക്കുന്നവരാണ്. കെരൂബുകളെ പോലെ ദൈവത്തെ വഹിക്കുന്നവരാണ്. നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ വഹിക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ നാം വഹിക്കുന്നു. കർത്താവിനെ അനുകരിക്കണം, മാതൃകളായിരിക്കണം എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവിനെ വഹിക്കുന്നവരാണ് നാം. ആ നിലയിൽ നമ്മൾ വിശുദ്ധിയിലായിരിക്കണം. രണ്ട്, കർത്താവിനെ ആരാധിക്കുന്നവരായിരിക്കണം നാം. കർത്താവിന്റെ വിശുദ്ധി മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഗ്ലോറി, അത് പണമായിരിക്കാം, സൗന്ദര്യമായിരിക്കാം, സ്ഥാനമായിരിക്കാം, ആഢ്യത്വമായിരിക്കാം, അഹംഭാവമായിരിക്കാം, എന്താണെങ്കിലും ഇത് മറച്ചു വെച്ചിട്ട് വേണം കർത്താവിനെ ആരാധിക്കാൻ. അല്ലാത്ത ആരാധന കർത്താവ് സ്വീകരിക്കുമോ എന്നത് എല്ലാം കൃപയിലായതുകൊണ്ട് സ്വീകരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ കർത്താവിന്റെ പ്രമാണം അങ്ങനെയാണ്. അപ്പൊ വളരെ ഗൗരവത്തോടെ നാം എങ്ങനെ ദൈവസന്നിധിയിൽ കടന്നു ചെല്ലുന്നു എന്നുള്ളത് നാം ചിന്തിക്കുവാനായിട്ട് ആവശ്യമുണ്ട് എന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നു. ദൂതന്മാരുടെ പ്രവർത്തനങ്ങൾ നമുക്കിനി അടുത്ത ആഴ്ച ചിന്തിക്കാം. ഈ വിഷയങ്ങളെ വളരെ ഗൗരവത്തോടെ ചിന്തിക്കുവാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവദൂതന്മാർ
ദൈവത്തിന്റെ സൃഷ്ടികളായി ദൈവത്തിന്റെ സേവകരായിട്ട് വിശ്വസ്തയോടെ ശുശ്രൂഷ ചെയ്യുമ്പോൾ അവരുടെ പ്രവൃത്തികളെ ദൈവം വ്യക്തമായിട്ട് തന്റെ വചനത്തിൽ വരച്ചു കാണിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ആദിമകാല വിശ്വാസികൾ തങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ നിന്നപ്പോൾ അവരുടെ ജീവിതത്തെ വരും തലമുറകൾക്ക് വേണ്ടി ദൈവം വിശ്വസ്തയോടെ സാക്ഷ്യപ്പെടുത്തി രേഖപ്പെടുത്തി തന്നു. അവിശ്വസ്തതയും കാണിച്ചു തന്നു. കാരണം അവിശ്വസ്തത പിന്തുടരുവാനല്ല, അവിശ്വസ്തത നമുക്കൊരു മുന്നറിയിപ്പായിട്ട് തന്നിട്ട് അവിശ്വസ്തത കൊണ്ട് അവർക്ക് സംഭവിച്ച പരാജയത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിശ്വസ്തരായി സഞ്ചരിക്കുവാനായിട്ടുള്ള ഒരു ആഹ്വാനവും നൽകുന്നു. അപ്പോൾ ദൂതന്മാരെ കുറിച്ചുള്ള പഠനം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട വിഷയം ദൈവത്തിന്റെ പരിശുദ്ധിയെക്കുറിച്ച്, ദൈവത്തിന്റെ മഹത്വത്തെക്കുറിച്ച്, ദൈവസന്നിധിയിൽ അവർ നിൽക്കുന്ന ആ നിൽപ്പിന്റെ മഹത്വം മനസ്സിലാക്കി നമുക്ക് ലഭിച്ചിരിക്കുന്ന സ്ഥാനത്തെ അതിന്റെ പ്രാധാന്യത്തിൽ കണ്ട് ദൂതന്മാരോട് ചേർന്ന് വിധേയപ്പെട്ട് നിൽക്കുന്ന ഒരു നല്ല ആത്മീക സമർപ്പണത്തിലേക്ക് വരുവാനായിട്ട് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.